സ്വാമിയെ ശരണമപ്പ, ധർമ്മശാസ്താവേ ശരണമപ്പ, തിരുവടി പൂജ ചെയ്യാം, ഞങ്ങൾ തൃക്കാൽക്കൽ തപസ്സിരിക്കാം എന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. കലിയുഗവരദൻ ആനന്ദൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരുടെ ശരണം വിളികളാൽ മുഖരിതമാകുന്ന പമ്പാതീരത്തെ വിശ്വാസ സംഗമം അയ്യപ്പ സംഗമം അങ്ങേയറ്റം ഭക്തിസാന്ദ്രമായി. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാരും അണിനിരന്ന വേദിയിൽ കൈതപ്രത്തിന്റെ ഭക്തിഗാനാലാപനം, ആയിരങ്ങളുടെ വിശ്വാസമൂർത്തിക്ക് വാക്കുകൊണ്ടാണ് അർച്ചന. ഉപനിഷത്തും പുരാണങ്ങളും വന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ വിശ്വാസിയും കപടവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർത്ഥിക്കുന്നത് ആധികാരികമായി ഗീതാവചനം ഉദ്ധരിച്ചാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവജ. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമൊഴികളുടെ സന്നിധാനത്ത് അങ്ങനെ അയ്യപ്പ സംഗമം അടിമുടിയൊരു ഭക്തസംഗമമായി. പക്ഷെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഒരു കപടഭക്തനെ പോലെയാണെന്ന് രാഷ്ട്രീയം പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. അങ്ങനെയല്ല. അയ്യപ്പ വിഗ്രഹത്തിന്റെ രൂപം ഹൃദയം കൊണ്ട് സ്വീകരിച്ച പിണറായി വിജയൻ ഭക്തനാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ സാക്ഷ്യം. ഒരേ കാറിലാണല്ലോ വന്നത്. അപ്പം അയ്യപ്പ സംഗമത്തിന് പിന്തുണച്ചതിന്റെ ഒരു അതിന് മുമ്പ് ഞങ്ങൾ ഒന്നിച്ചത് അദ്ദേഹം കൈ കൊടുത്ത് ഞാൻ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ, അത് എന്നെ പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ. എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. ഇനി അടുത്ത തവണ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വേറെ ആരെങ്കിലും മുഖ്യമന്ത്രി അതിനടുത്ത് കാര്യമില്ല. ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി ആകാനുള്ള ഏക യോഗ്യത അദ്ദേഹത്തിന് മാത്രമേ. ഭക്തിയും വിഭക്തിയും വിശ്വാസവും അവിശ്വാസവും വൈയക്തികമാണ്. അത് ഹൃദയങ്ങളിലാണ്. അത് മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അവിടെ ഒരു ഭൂതക്കണ്ണാടി വെക്കാനുള്ള അവകാശം ആർക്കുമില്ല. എങ്കിലും വെള്ളാപ്പള്ളി പറയുന്നതാണ് ശരിയെങ്കിൽ അയ്യപ്പന് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് അത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വാക്കുപിഴയോ നാക്കുപിഴയോ അല്ലാതെ എല്ലാ വേദികളിലും വ്യവസ്ഥാപിതമായി പറയണമെന്ന് ഉറപ്പിച്ച് പരമത വിദ്വേഷം, ന്യൂനപക്ഷ വിരുദ്ധത, മുസ്ലിം ക്രൈസ്തവ വെറുപ്പ് നിരന്തരം പറയുന്ന ഒരാളെ സ്റ്റേറ്റ് 1-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കൊണ്ടുവന്ന വേദിയിലേക്ക് കൈപിടിച്ചാനയിക്കൽ ഒരു മതേതര നാടിന്റെ മുഖ്യമന്ത്രിക്ക് ചേർന്ന പണിയല്ല. വർഗീയ വിഷം തുപ്പുന്ന കേരള തൊഗാഡിയ എന്നിതേ പിണറായി തന്നെ വിളിച്ചൊരു നേതാവിനെ സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിക്കുന്ന ഒരു തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയുടെ തോളത്ത് കൈയിടലും ചേർത്തുപിടിക്കലും വിശ്വാസം പോലെ മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ചോയ്സ് എന്നാണ് വാദമെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കൈപിടിച്ച വേദിയിൽ സർവ്വധർമ്മ സമഭാവനയെപ്പറ്റി സംസാരിക്കാതിരിക്കലായിരുന്നു ഭംഗി. ഉദ്ഘാടന ചടങ്ങോട് ആളൊഴിഞ്ഞെങ്കിലും വിവിധ വേദികളിലും സമാപനത്തിലും പങ്കാളിത്തം കൂടുതൽ കസേരകൾ മാത്രം ശുഷ്കമായിരുന്നെങ്കിലും ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ വിജയം സാധ്യമായെന്ന് കരുതുന്നവരുണ്ട്. എണ്ണത്തിലല്ല, ഉയർന്നു വന്ന നിർദ്ദേശങ്ങളാണ് കാര്യം. ഇനിയും വികസിക്കട്ടെ ആ കാനന ക്ഷേത്രം, മതേതര മൂല്യങ്ങളുടെ തത്വമസിയുടെ മഹാക്ഷേത്രം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഉറക്കുപാട്ടാകുന്നത് ഹരിവരാസനമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കൃതി ചിട്ടപ്പെടുത്തിയത് നിരീശ്വരവാദിയായ ദേവരാജൻ മാസ്റ്ററാണ്. അത് ആലപിച്ചതാകട്ടെ ജന്മം കൊണ്ട് ക്രൈസ്തവനായ യേശുദാസുമാണ്. ജെക്സി തോമസ്, ശ്രീ വി ആർ അനൂപ്, ശ്രീ ബാബു എന്നൊരു ചർച്ചയിൽ ഞാൻ ആദ്യം ശ്രീ വി ആർ അനൂപിലേക്ക് പോകുന്നു. ശ്രീ വി ആർ അനൂപ് ഹരിവരാസനം എഴുതിയത് പാടിയതൊക്കെ പറഞ്ഞു, ഉത്കൃഷ്ടമായ അയ്യപ്പ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി. അത് ലോകം കാണേണ്ടതും ലോകം കേൾക്കേണ്ടതുമാണ്. എന്താണ് ശബരിമലയുടെ ആ വിശിഷ്ടമായ വിശ്വാസ സങ്കല്പം. സർവധർമ്മ സമഭാവന മാത്രമല്ല, സാക്ഷാൽ യോഗി ആദിത്യനാഥിനെ അദ്ദേഹം പറഞ്ഞിട്ടും അദ്ദേഹം പല വിദ്വേഷങ്ങൾ പറഞ്ഞിട്ടും ആ സമഭാവനയ്ക്ക് വിരുദ്ധമായ സകലമാന വർത്തമാനങ്ങളും മറന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചാണ് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മന്ത്രി വി എൻ വാസവൻ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിക്കുന്നു എന്ന് കേൾക്കാം. ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ. ഡിയർ ശ്രീ വി എൻ വാസവൻ ജി, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devasam Board. Lord Ayyappa is the divine protector of Dharma. His worship illuminates the path of righteous living and inspires the devotees of promote and preserve sattvic values for strengthening harmony, inclusivity and unity. It is necessary to spread ancient Indian wisdom and traditions. In this perspective, Agola Ayyappa Sangamam assumes much significance. Hope that this conclave would be successful in achieving its objectives. With regards, യോഗി ആദിത്യനാഥ്. ശ്രീ വി ആർ അങ്ങനെ വളരെ അഭിമാനത്തോടെ വളരെ പ്രൗഢായി
ശ്രീ വി എൻ വാസവൻ യോഗി ആദിത്യനാഥിൻ്റെ കത്ത് ക്ഷണക്കത്തിന് മറുപടി കത്തോടെ വായിക്കുന്നുണ്ട്. അങ്ങനെ സർവ്വധർമ്മ സമഭാവന മാത്രമല്ല സർവ്വ രാഷ്ട്രീയ സമഭാവന കൂടി ഉൾപ്പെടുത്തിയ സ്നേഹസംഗമത്തെ നിങ്ങൾ ഇപ്പോഴും എതിർക്കുന്നത് എന്തിനാണ് ശ്രീ വി ആർ അനൂപ്? ഹാഷ്മി, ഇതേ വിഷയത്തിലുള്ളൊരു ചർച്ചയിൽ അങ്ങയോട് ഞാൻ തന്നെ പറഞ്ഞു, കേരള സർക്കാരിൻ്റെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോഗ്രാം നടത്തുന്നതിലുള്ള റോൾ മോഡൽ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹം ഈ ഗവൺമെൻറ് അഭിഭാഷകൻ അന്ന് കോടതിയിൽ പറഞ്ഞത് യോഗി ആദിത്യനാഥിന് UP-യിൽ കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്കായിക്കൂടെ എന്നാ. അന്ന് ആ ചർച്ചയിൽ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞത് എന്താ, അത് സാങ്കേതികമായി നിയമപരമായി ഞങ്ങൾ ഉന്നയിച്ചൊരു ആവശ്യമാണ് എന്നാണ്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായില്ലേ. യോഗി ആദിത്യനാഥിൻ്റെ ആ ആശംസാ സന്ദേശം VN വാസവൻ വായിക്കുന്നത് ഒരു പ്രേമലേഖനം വായിക്കുന്നത് പോലെയാണ്. ഡിയർ വാസവൻജി എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ, ലോർഡ് അയ്യപ്പ ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ധർമ്മ. സ്വാമി അയ്യപ്പൻ ധർമ്മത്തിന്റെ സംരക്ഷകനാണ്, ഒരു സംശയവുമില്ല. പക്ഷേ സ്വാമി അയ്യപ്പൻ ധർമ്മശാസ്താവായ അയ്യപ്പൻ ധർമ്മത്തിന്റെ സംരക്ഷകനാണെന്ന് പറയുമ്പോൾ RSS പറയുന്ന ധർമ്മമല്ല അത്. അയ്യപ്പന്റെ ധർമ്മം എന്ന് പറയുന്നത് അപരസ്നേഹത്തിന്റെ ധർമ്മമാണ്. വാവർക്ക് ഇടം കൊടുത്ത സന്നിധാനമാണ് അയ്യപ്പൻ്റെത്. വാവരെ മുസ്ലിമായ വാവരെ ആദരിച്ചിരുത്തിയ ഇത് അല്ല താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മന്ത്രി ശ്രീ വി എൻ വാസവൻ അറിയാത്തതല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോ ദേവസ്വം ബോർഡ് അധ്യക്ഷനോ ഒന്നും അറിയാത്തവരല്ല. ഞാൻ പറയുന്നത് യോഗി ആദിത്യനാഥ് പോയ കാലത്ത് പറഞ്ഞ താങ്കൾ ഈ പറയുന്നത് പോലെ ആ ധർമ്മത്തിന് ചേർന്നത് എന്ന് ശ്രീ യോഗി ആദിത്യനാഥ് വിചാരിക്കുന്ന ആ സംസ്ഥാനങ്ങളൊക്കെ മറന്ന് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കണമെങ്കിൽ ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു സ്നേഹത്തിന്റെ താമരനൂലുണ്ടല്ലോ. അത് അയ്യപ്പ ദർശനത്തിന് താമരനൂലല്ലേ? എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? അല്ല ഹാഷ്മി, മറക്കാനല്ല. യോഗി ആദിത്യനാഥിനെ വേദിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം ചർച്ചയാക്കുന്നതും വെള്ളാപ്പള്ളി നടേശനെ കാറിലിരുത്തി കൊണ്ടുവരുന്നതും മറക്കാനല്ലെന്നേ, ഓർമ്മിപ്പിക്കാനാണ്. ഞങ്ങളാണ് ഈ പറയുന്ന സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന അപരവിദ്വേഷത്തിന്റെ ആളുകളോടുള്ള സമീപനം വ്യക്തമായി പറയുകയല്ലേ. യോഗി ആദിത്യനാഥിനെ കുറിച്ച് വാസവൻ അറിയാത്തതല്ല, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല. അയ്യപ്പന്റെ പാരമ്പര്യത്തിന്റെ, അയ്യപ്പന്റെ വിശ്വാസത്തെ, സഹിഷ്ണുതയുടെ പാരമ്പര്യത്തെ ഞാൻ ഇതേ ചർച്ചയിൽ തന്നെ പറഞ്ഞപ്പോൾ ഹാഷ്മിയോട് പറഞ്ഞത് എന്താ, വാവർ സന്നിധാനം ഇവിടെ അടിച്ച് കളയണമെന്ന് പറഞ്ഞ, വാവർ സന്നിധാനം പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ VHPയുടെ പ്രസിഡന്റിനെതിരെ കേസെടുക്കാത്ത സർക്കാരാ. വാവരുള്ളത് കൊണ്ട് നാളെ ശബരിമല വഖഫ് ഭൂമിയാകുമെന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ട് പരാതി ഉണ്ടായിട്ട് ഇതുവരെ കേസെടുക്കാത്ത ആളുകളാ. അവരെ വീണ്ടും വീണ്ടും ആനയിച്ചു കൊണ്ടുവരാ. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി വളരെ വ്യക്തമല്ലേ. ഇന്നലെ വരെ നവോത്ഥാനം പറഞ്ഞ ആളുകൾ അവർ പറയുന്നു ബിന്ദു അമ്മിണി യോഗ്യനല്ലെന്ന് പറഞ്ഞു, അവരുടെ സ്റ്റാൻഡാണെന്ന് പറയാം. ഇപ്പൊ പറയുന്നത് ഇത് ഇവിടെ വരാൻ യോഗ്യൻ യോഗി ആദിത്യനാഥ് എന്ന് പറയുമ്പോൾ, യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ. യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിലാണ് മരിച്ച മുസ്ലിം സ്ത്രീകളെ അവരുടെ ശവം മാന്തിയെടുത്ത് ബലാത്സംഗം ചെയ്യണമെന്നൊരു നേതാവ് പ്രസംഗിച്ചത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ വെറുപ്പ് പ്രസരിപ്പിച്ച, വർഗീയ വിഷം പ്രചരിപ്പിച്ച ഒരാളെ ശബരിമല പോലൊരു സന്നിധാനത്തിലേക്ക് കൊണ്ടുപോയി കളങ്കപ്പെടുത്തിയില്ലേ പിണറായി വിജയൻ? യാഥാർത്ഥ്യമല്ലേ? CPM അതിന് കൂട്ടുനിൽക്കുകയല്ലേ, മാപ്പുസാക്ഷിയല്ലേ? CPM-നെ സംബന്ധിച്ച് CPM ഭഗവത്ഗീത, പിണറായി വിജയന് ഭഗവത്ഗീത വായിക്കാം, ഞങ്ങൾ അതിനെതിരല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഗാന്ധിയും ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്, ഗോഡ്സെയും ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. ഇവിടെ ഭഗവത്ഗീത ആരെങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ഗാന്ധിയെ കൊന്ന ഗോഡ്സെയും ഭഗവത്ഗീതയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം നിരന്തരം വർഗീയ വിഷം പ്രസരിപ്പിക്കുന്ന ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സന്ദേശമുണ്ട്. അത് കഴിഞ്ഞ് വേദിയിൽ VN വാസവൻ വളരെ കേരളത്തിൽ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട്? എന്തുകൊണ്ട് യോഗി ആദിത്യനാഥ്, എന്തുകൊണ്ട് UP-യുടെ മുഖ്യമന്ത്രി? ഇപ്പോ UP-യുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറവ് ഭക്തർ വരുന്ന സംസ്ഥാനമായിരിക്കും UP. ഇവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നുണ്ട്, ഇപ്പൊ ഡൽഹിയിലടക്കം അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ അയ്യപ്പ ഭക്തനുമായി ബന്ധപ്പെട്ടൊന്നും അത്ര പ്രാധാന്യമില്ലാത്തൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബോധപൂർവം പരമ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങളെക്കാൾ കേരളത്തിലെ സംഘപരിവാറും ഉത്തരം പറയണമെന്നേ. ഈ കുളിമുറിയിൽ CPM മാത്രമല്ല RSS-ഉം നഗ്നരാണ്. ആദ്യം കാണിച്ച വെള്ളാപ്പള്ളിയുടെ ആ മുഖ്യമന്ത്രി വിശ്വാസിയാണെന്ന് പറയുന്ന ആ പ്രതികരണം ഒന്ന് മാറിപ്പോയി. ശരിക്കുള്ള വൈദ്യൊക്കെ ഒന്ന് പ്ലേ ആവും.
ഞാൻ തമ്മിൽ അവർക്ക് എല്ലാം അയ്യപ്പ ഭക്തരാണെന്ന് പറഞ്ഞാൽ എല്ലാം ഇതൊക്കെ മുമ്പ് ഇവരെല്ലാം ഈ പറഞ്ഞ പലരും ആദർശത്തിന് വേണ്ടി പണ്ടെല്ലാം ഇങ്ങനെ നിരീശ്വരത്വം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്ന 90% മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരല്ലേ. അവൻ പണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പോയെന്നിവ. പിണറായി തന്നെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ലേ? പിന്നെ ഭക്തനല്ലെങ്കിൽ വരാതിരിക്കുക. ഇവർക്കെല്ലാം മനസ്സ് ഭക്തിയാണെന്ന്. ഇപ്പം തന്നെ അയ്യപ്പനല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഇന്ന്. അപ്പോൾ ഭക്തനല്ലെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാൽ ശരി, പിണറായി വിജയൻ അയ്യഭക്തനാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിശ്വാസം. മുഖ്യമന്ത്രിയുടെ വിശ്വാസം എന്താണെന്ന് മുഖ്യമന്ത്രിയുടെ തീർത്തും വ്യക്തിപരമായ കാര്യമാണ്, നമ്മളെ ആരും ബാധിക്കേണ്ട കാര്യമല്ല. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം കേൾപ്പിച്ചു എന്നുള്ളൂ. ശ്രീ ജെയ്സി തോമസ്, അവിടെ സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞ കസേരകൾ കാര്യമായി വ്യാപകമായി കാണപ്പെട്ടു. 4000 ചില്ലുവാനം ക്ഷണിച്ചതിൽ 600 പേർ മാത്രം വന്നു എന്ന് ആദ്യ കണക്ക് വന്നെങ്കിൽ, എന്നാൽ 4000 എത്രയോ ആളുകൾ വന്നു എന്ന് മന്ത്രി വി എൻ വാസവൻ പിന്നീട് തിരുത്തി. പോട്ടെ, എത്ര ആൾ വന്നു ആയിക്കോട്ടെ. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, NSS വൈസ് പ്രസിഡന്റ് ശ്രീ സംഗീത് കുമാർ, KPM ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ നഖശികാന്തം എതിർത്ത ശ്രീ പുന്നല ശ്രീകുമാർ അടക്കം അത് വന്നു. അപ്പോൾ അതൊരു ഒരു ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ ശ്രീ ജെയ്സി തോമസ്? അതെ, തീർച്ചയായിട്ടും രാഷ്ട്രീയ വിജയത്തിന്റെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്കല്ല, കേരളത്തിലെ വിവിധ മതവിശ്വാസികളെ സംബന്ധിച്ച് സുപ്രധാന കേന്ദ്രമായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ അന്തസ്സുള്ള മനുഷ്യരുടെ മുഴുവൻ പിന്തുണയോടുകൂടെയും നടത്തപ്പെട്ട പുണ്യമണൽ തീരത്തെ വിശ്വമാനവികതയുടെ മഹാസംഗമം, അങ്ങനെ തന്നെ വേണം ആവർത്തിച്ച് ഊട്ടിയുറപ്പിച്ച് പറയാൻ. ഈ വർഗീയതയുടെ കാളിമ ഇരുൾ പൂക്കുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിശ്വമാനവികതയുടെ മഹാസംഗമം കേരളം സംഘടിപ്പിച്ചു. അത് എല്ലാ അർത്ഥത്തിലും മഹാവിജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒഴിഞ്ഞ കസേരയിൽ ആരെങ്കിലും ചില പാപ്പരാസികൾ പറത്തി പുറത്തേക്ക് വിട്ട ഒഴിഞ്ഞ കസേരയുടെ 1-2 ദൃശ്യങ്ങൾ വെച്ചിട്ടല്ല. ഉദ്ഘാടന സെഷനും കഴിഞ്ഞ് സെമിനാർ സെഷനിലേക്കോ ഭക്ഷണം കഴിക്കാൻ പിരിയുന്ന നേരത്തോ മാത്രം പാപ്പരാസി മനോഭാവത്തോടു കൂടെ ഒളിച്ചിരുന്ന് പകർത്തിയ ഒരു ദൃശ്യത്തെ ചൂണ്ടിക്കാട്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഈ വിശ്വമാനവികതയുടെ മഹാസംഗമത്തിന്റെ വിജയത്തെ നമ്മൾ അടയാളം ചെയ്യേണ്ടത്. എന്താണ് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ? 15-ലധികം വരുന്ന വിദേശ രാജ്യങ്ങൾ, മലേഷ്യയും അമേരിക്കയും കാനഡയും UK തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തെ 15 വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയത് ഏതാണ്ട് എത്ര ആളുകളാണ്? 182-ലധികം വരുന്ന ആളുകളാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 15 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, 13 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങൾ. ആ 14 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തുനിന്ന് മാത്രം എത്തിയ ആളുകളുടെ എണ്ണം 2125. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം എത്തിയ ആളുകളുടെ എണ്ണം 1545. കേരളത്തിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എണ്ണം 1819. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 15 വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇന്ത്യയിലെ 14 വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ വിശ്വമാനവികതയുടെ മഹാസംഗമത്തിനായി പമ്പയുടെ മണൽപ്പരപ്പിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് 4126. ആ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയിട്ടാണ് ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളുടെയും പ്രതിനിധി എന്ന വണ്ണം കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അതിനെ സംബന്ധിച്ച് സംസാരിക്കവേ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധിയുടെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം ഇവർ കുറച്ചധിക ദിവസങ്ങളായി, ഞാൻ ഇദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയില്ല കേട്ടോ, കാരണം ഇദ്ദേഹത്തിനേക്കാൾ 7 ഇരട്ടി വലിപ്പവും പക്വതയുമുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മളൊക്കെ കരുതുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുതൽ അല്പ ദിവസങ്ങളായി നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം എന്ന് പറയുകയും അതിൽ ചില ആളുകൾ മാത്രം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കൈയോടുകൂടെ പിടിക്കപ്പെടുമ്പോൾ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ്സുകാർ നുണ പറയുന്നു എന്നുള്ളത് എന്നെയും സത്യസന്ധമായി ഇത്തരം കാര്യങ്ങളെയും വിശകലനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമായിരിക്കില്ല. പക്ഷെ ചില ആളുകളെങ്കിലും അതിൽ കുറ്റമേറ്റു പറയുന്നു, മാപ്പിരക്കുന്നു എന്നുള്ളത് സത്യസന്ധമായി ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് പ്രതീക്ഷാനിർഭരമാണ്. ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? UP മുഖ്യമന്ത്രിയെ പ്രത്യേകമായി ക്ഷണിച്ചു എന്ന്, അല്ലേ? എവിടെ നിന്ന് ലഭിച്ച വിവരമാണ്? കേരളത്തിലെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. കേരളത്തിലെ സർക്കാരിന്റെ ഭാഗമായിട്ട് എത്ര സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചു? ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും ആർക്കൈവുകളും ഉള്ളൊരു ദൃശ്യമാണ്. ദേവസ്വം ബോർഡിന്റെ വകുപ്പിന്റെ ചുമതല കൂടെ ഉണ്ടായിരുന്ന സഖാവ് വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ആദ്യം ഇതിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിച്ചതും നേരിട്ട് പോയി ക്ഷണം സ്വീകരിച്ചതും ആരെയാണ്? ഇന്ത്യൻ വർഗീയതയുടെ ഏറ്റവും അതിശക്തമായ പ്രതിരോധം ഉയർത്തുന്ന കേരളം പോലെ ഒരു സംസ്ഥാനമായ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ, MK സ്റ്റാലിൻ, അദ്ദേഹത്തെയാണ് ക്ഷണിച്ചത്. അനിവാര്യവും ഒഴിവാക്കാൻ പറ്റാത്തതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പ് മന്ത്രിമാരെ, ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രി, IT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പളനിവേൽ ത്യാഗരാജൻ ഉൾപ്പെടെയുള്ള 2 വകുപ്പ് മന്ത്രിമാരെ തമിഴ്നാട് ഇങ്ങോട്ടേക്ക് അയച്ചു. കർണാടകത്തിലേക്ക് ക്ഷണം പോയില്ലേ? ഗോവയിലേക്ക് ക്ഷണം പോയില്ലേ? ആന്ധ്രയിലേക്ക് ക്ഷണം പോയില്ലേ?
തെലങ്കാന മുഖ്യമന്ത്രിയെ ക്ഷണിച്ചില്ലേ? പുതുച്ചേരിയിലെയും മഹാരാഷ്ട്രയിലെയും മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചില്ലേ? എന്തുകൊണ്ടാണ് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ആദ്യം വരാമെന്ന് ഏൽക്കുകയും പിന്നീട് വരാതിരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായത്? എന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സൗകര്യപ്പെടുമ്പോൾ കോൺഗ്രസിന് അല്പ സ്വാധീനമുള്ള സംസ്ഥാനമാണല്ലോ തെലങ്കാനയും കർണാടകയും. എന്തുകൊണ്ട് സിദ്ധരാമയ്യ, എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി, എന്തുകൊണ്ട് ക്ഷണം കിട്ടിയിട്ടും നിങ്ങൾ ഈ വിശ്വമാനവികതയുടെ മലയാളികളുടെ മഹാസംഗമത്തിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് ആയിട്ട് നിങ്ങൾ വന്നില്ല? സമയം കിട്ടുമ്പോൾ കോൺഗ്രസ്സുകാരൊന്ന് തിരക്കി പറയണം. അതോ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചതുപോലെ നിങ്ങൾ ബഹിഷ്കരിക്കുകയാണോ? അല്ല. അപ്പോൾ നിങ്ങൾ പങ്കെടുക്കുവോ? ഇല്ല. ഈ പ്രത്യേക നിലപാടുണ്ടല്ലോ, ബഹിഷ്കരിക്കുകയാണോ? അല്ല. പങ്കെടുക്കുവോ? ഇല്ല. ആ പ്രത്യേക നിലപാട് ഇന്ത്യയാകെ കർണാടകയിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് പകർത്തിയതാണോ? എനിക്കറിയില്ല. കോൺഗ്രസ് പ്രതിനിധി അവരുടെ പാർട്ടിയുടെ കാര്യമാണല്ലോ, അദ്ദേഹത്തിന്റെ അവസരം കിട്ടുമ്പോൾ വിശദീകരിക്കണം. പിന്നെ യോഗി ആദിത്യനാഥിന്റെ കത്തിനെ കുറിച്ചൊക്കെ വായിച്ചു. ഞാൻ പറയട്ടെ, വെറുതെ ആ ഒരു ചർച്ചയിലേക്ക് പോകണോ? ഞാൻ അങ്ങയുടെ PCR ടീമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ കത്തിന്റെ പ്രത്യേകതയല്ല കേട്ടോ. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ 2 പ്രധാനപ്പെട്ട മുഖങ്ങൾ, ഇമ്രാൻ മസൂദ് എന്ന പാർലമെന്റ് മെമ്പർ മുതൽ DK ശിവകുമാർ വരെ മാറി മാറി നിന്ന് ഈ യോഗിയെ പുകഴ്ത്തിയിട്ടുണ്ട്. ഞാൻ ജനിച്ചത് ഈ വിഭാഗത്തിലാണ്, മരിക്കുന്നതും ഈ വിഭാഗത്തിലാണ്. അതിന് ശക്തി പകരാൻ സാധ്യതയുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് യോഗി. പറഞ്ഞത് ആരാ? കോൺഗ്രസ് നേതാവേ. എന്നെ കൊണ്ട് ആ ചരിത്രം വിളമ്പിക്കണോ? ആ പറഞ്ഞതിന്റെ വാർത്താ വിശകലനം, ആ വാർത്താ കട്ടിങ് തെളിവായി i24 ന്യൂസിന്റെ PCR ടീമിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്രാൻ മസൂദ് മുതൽ DK ശിവകുമാർ വരെയുള്ള 2024 25 കോൺഗ്രസ് നേതാക്കന്മാർ തൊഴുകൈകളോടുകൂടെ ജയ് ജയ് വിളിച്ച നേതാവാണ് യോഗി. ഞങ്ങൾ ആ ജയ് ജയ് വിളിക്ക് പോയിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി കത്ത് ആശംസയോടുകൂടി അയച്ചു. ആ കത്തിൽ പറയുന്നത് എന്താണ്? അങ്ങ് സൂചിപ്പിച്ച വാചകം മാത്രമല്ല, ഇൻക്ലൂസീവ്നെസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹാർമണിയെ കുറിച്ച് പറയുന്നുണ്ട്. ഏത്? ഇന്ത്യൻ വർഗീയതയുടെ ഒന്നാന്തരം അപ്പോസ്തലനായ യോഗി മലയാളത്തിൽ കേരളത്തിലെ ഒരു പരിപാടിക്ക് ആശംസ അറിയിക്കേണ്ടതായി വന്നപ്പോൾ ഒന്നാന്തരം വർഗീയവാദിയായിട്ടുള്ള UP മുഖ്യമന്ത്രിക്ക് പോലും ജെക്സി തോമസ്, യോഗി ആദിത്യനാഥ് മതേതരവാദിയായി എന്ന് ജെയ്ക്കിന് നിലപാടുണ്ടോ? ആ കത്താണ്. യോഗി ആദിത്യനാഥ് ഒരു തികഞ്ഞ മതേതരവാദിയായി എന്ന നിലപാട് ജെയ്ക്കിനുണ്ടോ? അതിന് എന്റെ പേര് DK ശിവകുമാർ എന്നോ ഇമ്രാൻ മസൂദ് എന്നോ അല്ല. ആങ്കർ അത് മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ RSSകാരനായ ഒന്നാന്തരം വർഗീയവാദിക്ക് പോലും കേരളത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നാന്തരം വർഗീയവാദി എന്തുകൊണ്ടാണ് LDF നയിക്കുന്ന സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നത്? ശ്രീ ജെക്സി തോമസ്, ഏതാണ് ഒന്നാം നമ്പർ വർഗീയവാദിയെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒന്നാം നമ്പർ വർഗീയവാദിയെ CPM നയിക്കുന്ന LDF സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ച് സർവധർമ്മ സമഭാവനയുടെ മണ്ണിൽ നിങ്ങൾ അതിന് വിരുദ്ധനാണെന്നും ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും ആക്ഷേപിക്കുന്ന ഒരാളെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ് ജെയ്ക്ക്? അവിടെ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇത് CPIM സംഘടിപ്പിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സംഗമവേദിയോ സമ്മേളനമോ അല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി പ്രഖ്യാപനമോ അതിന്റെ പ്രായോഗികമായ ഒത്തുചേരലോ ആയിരുന്നില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കിയ പമ്പയുടെ മണൽപ്പരപ്പിലെ ഒരു സംഗമമായിരുന്നില്ല. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അഭിമാന കേന്ദ്രമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ആഗോള അയ്യപ്പ സംഗമമാണ്. അതിലേക്കാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള പഴയ ABVP-കാരനല്ലേ രേവന്ത് റെഡ്ഡി, അയാളെ ക്ഷണിച്ചില്ല. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചെങ്കിലല്ല? ഈ യോഗി ആദിത്യനാഥിന് ജയ് വിളിക്കുന്ന ആളല്ലേ കർണാടക ഭരിക്കുന്നത്, അവരെ നിങ്ങൾ എന്തിനു ക്ഷണിച്ചു എന്ന് ആങ്കർ എന്തുകൊണ്ട് ചോദിച്ചില്ല? അപ്പോ യോഗി ആദിത്യനാഥിനെയും MK സ്റ്റാലിനെയും രേവന്ത് റെഡ്ഡിയെയും കർണാടക മുഖ്യമന്ത്രിയും ഒക്കെ നിങ്ങൾ ഒരേ നിലയ്ക്ക് തന്നെയാണോ രാഷ്ട്രീയമായി കാണുന്നത്? ശ്രീ ജെക്സി തോമസ്, ദേവസ്വം ബോർഡ് ദേവസ്വം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്, CPM-ന്റെ ഇടത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. യോഗി ആദിത്യനാഥ് ആ വേദിയിൽ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട് സർവധർമ്മ സമഭാവനയെ പറ്റി സംസാരിക്കുമായിരുന്നോ യോഗി? രാഷ്ട്രീയമൊന്നുമില്ലേ ജെയ്ക്ക്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശബരിമലയിലേക്ക് എത്തിയ ഭക്തന്മാരുടെ ആഗോള സംഗമം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതിൽ വിശ്വാസധാരയിൽ രാഷ്ട്രീയ വിശ്വാസം പല രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടാകാം. അവരിൽ ആര്? ഇതിൽ RSS ഉണ്ടോ? ഇതിൽ കോൺഗ്രസ് ഉണ്ടോ? പകൽ കോൺഗ്രസ് ആയും രാത്രി RSS ആയും പ്രവർത്തിക്കുന്ന മറ്റു ചില പ്രത്യേക അവതാരങ്ങളുണ്ടോ? ഇതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങൾ അയ്യപ്പ വിശ്വാസിയെങ്കിൽ ശബരിമലയിലൂടെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയെ നിങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണം. ഏത് വർഗീയവാദിക്കും ക്ഷണം, അങ്ങനെയാണോ? സ്വീകരിച്ച സമീപനം എന്ന് പറഞ്ഞാൽ CPM രാഷ്ട്രീയമായി ഒന്നാം നമ്പർ വർഗീയവാദിയാണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം എന്നാണോ ഇടത് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി VN വാസവൻ അയച്ച കത്ത്? അല്ലാതെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അയച്ച കത്തല്ല. അങ്ങനെയാണ് നിലപാടെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണ്, സ്നേഹരാഷ്ട്രീയമാണല്ലോ.
ഞാൻ താമസിച്ചു. ശ്രീ ആർ വി ബാബു, യോഗി ആദിത്യനാഥ് കേവലം BJP മുഖ്യമന്ത്രിയല്ല, RSS സംഘപരിവാർ ഫേസാണ്. സംബന്ധിച്ച് തന്നെയാണെന്ന് ഞാൻ വിശദീകരിച്ചത്. ശരി. അങ്ങ് മനസ്സിലാക്കിയില്ലേ? ഓക്കെ. ഇവിടെ മാനകം രാഷ്ട്രീയ വിശ്വാസമല്ല, ഇവിടെ മാനകം ഉയർത്തിപ്പിടിക്കുന്ന മതവിശ്വാസവും അതിന് ശബരിമലയോടും കേരളത്തോടും അതിലുപരി TDPയോടും ഒക്കെയുള്ള സമീപനമാണ്. ആ സമീപനം വെച്ചിട്ടാണ് ഈ ക്ഷണം പോയിട്ടുള്ളത്. അങ്ങേക്കത് മനസ്സിലാകുന്നില്ലേ? ഓക്കെ. ശ്രീ ആർ വി ബാബു, ജയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ അത് കേവലം BJP മുഖ്യമന്ത്രിയല്ല, RSSന്റെ സംഘപരിവാറിന്റെ ഫേസാണ്. ജയ്ക്കിൻ്റെ പാർട്ടി 1-ാം നമ്പർ വർഗീയവാദി എന്ന് എപ്പോഴും വിളിക്കുന്നത്, ഇപ്പോഴും വിളിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം അയച്ച കത്താണ് മനോഹരമായ കത്ത് എന്ന വിശേഷണത്തിൽ യോഗി ആദിത്യനാഥ് എന്ന് വളരെ അഭിമാനത്തോടെ പ്രൗഡായി മന്ത്രി VN വാസവൻ ആ വേദിയിൽ ആദ്യം തന്നെ, അത് കഴിഞ്ഞ് സ്റ്റാലിൻ്റെ കത്ത് വായിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആദ്യം സ്റ്റാലിൻ്റെ കത്ത് വായിക്കാം. സ്റ്റാലിൻ്റെ കത്ത് വായിച്ചില്ല, രണ്ട് ബാക്കി മുഖ്യമന്ത്രിയുടെ കത്ത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും യോഗിയുടെ കത്ത് ഒരു തിലകക്കുറി എന്ന മട്ടിൽ സംസ്ഥാനത്തിൻ്റെ മന്ത്രി VN വാസവൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രകീർത്തനമാണ്. അപ്പോൾ യോഗിക്ക് അത് പ്രകീർത്തിക്കാമെങ്കിൽ നിങ്ങൾക്ക് ആ സംഗമത്തോട് എന്തിനാണെന്ന് വിയോജിപ്പ്, ശ്രീ ആർ വി ബാബു? അല്ല, ഇതിലൊക്കെ എന്താ അർത്ഥമുള്ളത്? എന്താണ് അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇപ്പോൾ യോഗി ആദിത്യനാഥ് എഴുതിയൊരു കത്താണ് ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു വലിയ നേട്ടമായിട്ട് കാണിക്കുന്നത്. നാണമല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു സർക്കാർ മന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പ സംഗമം നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു കത്തയക്കുന്നു, അതിൻ്റെ സഹകരണം അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം ഒരു ആശംസ അയക്കുന്നു. അതൊക്കെ ഒരു ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമല്ലേ? അതിനപ്പുറത്തേക്ക് എന്താണ്? അപ്പുറത്തേക്ക് എന്താണ് ഇതിനകത്ത്? അത് ഉയർത്തിപ്പിടിക്കുക. അതാണ് ഇപ്പോൾ ആകെ ഇവർക്ക് അഭിമാനകരമായിട്ടുള്ളത്. ഈ അയ്യപ്പ സംഗമത്തിൽ ആകെ അഭിമാനകരമായിട്ട് ഉണ്ട് എന്ന് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് യോഗിയുടെ കത്താ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അല്ല, അതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാൻ BJP വിയോജിക്കുന്ന ഒരു പരിപാടിയിൽ BJPയുടെ ഒരു മുഖ്യമന്ത്രി, ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ കേരളത്തിൽ വന്നപ്പോൾ അയോധ്യയിലും ശബരിമലയിലും ഹിന്ദുവേട്ട എന്ന് പറഞ്ഞ യോഗിയെ പോലും ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ കത്ത്, അദ്ദേഹം മറുപടി കത്ത് കിട്ടണമെങ്കിൽ BJPക്കുള്ള മറുപടി കൂടിയാണെന്നേ അത്. അല്ല, അതൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചോന്നേ. വസ്തുത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ സർക്കാർ ടു സർക്കാർ നടത്തുന്ന ചില കത്തിടപാടുകളാണത്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് നടത്തുന്ന കത്തിടപാടുകളാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളതിനെ പൊലിപ്പിച്ചെടുത്തിട്ടൊന്നും ഈ പരിപാടിയെ വെള്ളപൂശിയെടുക്കുക ഹാഷ്മി നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഇത് പൊളിഞ്ഞു, ഇന്നലെ തന്നെ പൊളിഞ്ഞല്ലോ. ഇത് പൊളിഞ്ഞ പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്നിട്ട് മന്ത്രി കുറേ കണക്കുകൾ പറയുക. നമ്മുടെ കണ്ണുകൾ പറയുന്നതൊക്കെ അസത്യം. ഇന്ത്യയിലെ സകല മാധ്യമങ്ങളും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സകല മാധ്യമങ്ങളും ഉദ്ഘാടന സമയത്ത് പോലും കസേരകൾ കാലിയായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ഒരു സെമിനാർ, എന്തായിരുന്നു സെമിനാർ? എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ പറഞ്ഞു. ആ ചർച്ച നടത്തിയ വിദഗ്ധന്മാർ പങ്കെടുത്ത ആ സെമിനാറിൽ കാലി കസേരകളോട് സംസാരിക്കേണ്ട ഗതികേടുണ്ടാവുക. എന്ത് ചർച്ച നടത്തി? ആര് അഭിപ്രായം പറഞ്ഞു? തുടക്കം മുതൽ തന്നെ പരാജയപ്പെട്ട ഒരു സംഗമം. ഒരു ഗൂഗിൾ സംഗമത്തിൻ്റെ ആവശ്യമില്ലുണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് ഈ കോടിക്കണക്കിന് 7 കോടി എന്ന് സർക്കാർ പറഞ്ഞു. 7 കോടി എന്നാണ് പറയുന്നത്. നമുക്കറിയാം PRD ഇന്നലെ ഒക്കെ കൊടുത്ത പരസ്യമുണ്ട്. എത്ര കോടി ചെലവാക്കിയാലാണ് അത്തരം പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റുക? കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം എന്തിനു വേണ്ടിയാ? എന്നിട്ട് അവിടെ നിന്നിട്ട് നടത്തിയ പ്രസംഗം രാഷ്ട്രീയ പ്രസംഗം. ഇവിടെ നടത്തിയതൊക്കെ രാഷ്ട്രീയമാണ് കേട്ടോ. ഈ പറഞ്ഞ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയൊക്കെ നാഴികയ്ക്ക് 40 വട്ടം എന്തു പറഞ്ഞാലും RSS വർഗീയം, RSS ഫാസിസം എന്നൊക്കെ ഇങ്ങനെ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരാണ് പറയുന്നത്? കോൺഗ്രസ്. ഏത് കോൺഗ്രസ്സാ? മലബാർ മാപ്പിള ലഹളയെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ആ മാപ്പിള ലഹളയെ ന്യായീകരിക്കുന്ന കോൺഗ്രസ്. ചർച്ച വഴിവിട്ട് പോലെ. അല്ല, ശ്രീ ആർ വി ബാബു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിൽ തത്വമസിയെ പറ്റി പറയുന്നു. ആ വേദിയിൽ എന്താണ് തത്വമസി എന്ന് പറയുന്നു, ഏത് ഉപനിഷത്തിലാണ് അത് പറഞ്ഞെന്ന് പറയുന്നു, പുരാണം പറയുന്നു, എന്താണ് ഈ പറയുന്ന ഭഗവത്ഗീത പറയുന്നു, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവജ എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് അവിടെ. അപ്പോൾ ആ വേദി എങ്ങനെ രാഷ്ട്രീയ വേദിയാവുക? അതൊരു വിശ്വാസവേദിയല്ലേ ശ്രീ ആർ വി ബാബു? ശരി, ഞാൻ ഇതൊന്നും ഈ ചർച്ച ഇങ്ങനെ പോകരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹാഷ്മിയുടെ ഇടപെടലില്ലാത്തതുകൊണ്ടാണ് ചർച്ച ഇങ്ങനെ പോയത്. അനൂപ് എന്തെല്ലാം കാര്യങ്ങളാ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്തെങ്കിലും ഈ വിഷയമായിട്ട് ബന്ധമുള്ളതാണോ? നമുക്ക് അയ്യപ്പ സംഗമമാണ് വിഷയമെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്തായിരുന്നു? ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനം, ശബരിമലയുടെ അതിനകത്ത് മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ഭക്തന്റെ ലക്ഷണം എന്താണ്? എങ്ങനെയുള്ള ഭക്തിയാണ്? ഭക്തന്റെ ലക്ഷണം ഉണ്ടെന്ന് ഭക്തിയോഗത്തിൽ 8ാമത്തെ ശ്ലോകം മുതൽ പറഞ്ഞിട്ടുണ്ട്.
അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമയപ്രിയ. അത് മൊത്തം പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ല, എങ്ങനെയായിരിക്കണം അല്ല, ഭക്തൻ. പക്ഷേ അല്ല, അത് മൊത്തം ഒരു വേദിയിൽ എങ്ങനെ പറയാ? ഭക്തനെ ഞാൻ പറഞ്ഞോട്ടെ, ആ ഞാൻ പറഞ്ഞോട്ടെ ഹാഷ്മി, ഞാൻ പറയുന്നത് കേൾക്കൂ. പറയൂ. ജയിക്കിന് നിങ്ങൾ മിണ്ടാതെ ഇരുന്ന് നമോഭാഗമായിട്ട് കേട്ടിരുന്നല്ലോ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അയ്യപ്പന്റെ ഭക്തൻ എങ്ങനെയാ? ഭക്തൻ അനീതിയോട് പ്രതികരിക്കുന്നവനാ, അധർമ്മത്തോട് പ്രതികരിക്കുന്നവനാ, അന്യായത്തോട് പ്രതികരിക്കുന്നവനാണ് ഭക്തൻ. അങ്ങനെയുള്ള ഭക്തനായിരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞത് ക്ലൈഭ്യമാസ്മഗമപാർത്ഥ തെക്തോത്തിഷ്ട പരന്തവ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന് പറഞ്ഞത്. ആ ഹൃദയ ദൗർബല്യം വെളിഞ്ഞിട്ട് യുദ്ധം ചെയ്യ് എന്ന് ഭഗവാൻ പറഞ്ഞത് നീ നിന്റെ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മമാണ് ഞങ്ങളെ പോലുള്ളവര്. ഈ അയ്യപ്പ സംഗമം കപടമാണ്, അനീതിയാണ്, അന്യായമാണ് ഞങ്ങൾ പറഞ്ഞു. ഈ അയ്യപ്പ സംഗമം ആത്മാർത്ഥമല്ല. ശബരിമല അയ്യപ്പ സംഗമമായിട്ട് വന്ന മുഖ്യമന്ത്രിക്ക് ആ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ? മതാതീത ആത്മീയ കേന്ദ്രമാണ്. എന്താ ശബരിമല ഹിന്ദുക്കളുടേതല്ലേ? ഹിന്ദുക്കളുടെ കേന്ദ്രമല്ലേ ശബരിമല? ഒരു ഹൈന്ദവ ക്ഷേത്രമല്ലേ? അതെന്താ മതാതീതം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രമാണോ അത്? അതെ, എല്ലാ മതക്കാർക്കും വരാവുന്ന ക്ഷേത്രമാണെന്ന് വെച്ചാൽ അത് ഹിന്ദുക്കളുടെ കേന്ദ്രമല്ല എന്നാണോ? അല്ല, അവിടെ നിങ്ങളൊക്കെ പൊളിച്ചിടാണെന്ന് ആഗ്രഹിക്കുന്ന വാവൂർനാടൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ശബരിമലയുടെ വിശാലമായ ഉത്കൃഷ്ടമായ ആ സങ്കല്പത്തെ പറ്റി പോകണ്ട സമയമില്ല നമുക്ക്. വാവർക്ക് അയ്യപ്പനായിട്ട് ബന്ധമില്ലെന്നേ. അതാ പ്രശ്നം. അല്ലല്ല വാവർക്ക് അയ്യപ്പനുമായിട്ട് ബന്ധമില്ല. നിങ്ങൾക്ക് അത് പിടിക്കില്ല. അറിയോ, അത് പൊളിച്ചാണോ നിങ്ങൾ പറയും? ബാബു നിങ്ങളുടെ പ്രശ്നം അതാണ്. നിങ്ങൾക്ക് ശബരിമലയുടെ പ്രശ്നം അതാണ്. ഒരു വാവൂർനാടയുണ്ട്, അതാണ് നിങ്ങളുടെ പ്രശ്നം. ശ്രീഭൂതമൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീഭൂതമൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ ഒരു വാവൂർനാടയുണ്ട്. ആ വാവൂർനാട ശബരിമലയുടെ ഈ പറഞ്ഞ ഇതിഹാസത്തിന്റെ എന്താണ്, ആ ചരിത്രത്തിന്റെ, ആ പുരാണങ്ങളുടെ ഭാഗമാണ്. അത് നിങ്ങൾക്ക് സൂചിക്കില്ല. നിങ്ങൾ പൊളിച്ചോളെന്ന് പറയും, അത് പൊളിച്ചു കളയില്ല എന്ന് ശബരിമല പറയും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഹാഷ്മിക്ക്. ഇല്ല, നമുക്ക് സമയമില്ല. അല്ല, സംവദിക്കാൻ തയ്യാറുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. പന്തളത്തുകാർ എന്നുള്ള നിലയ്ക്ക് സംവദിക്കാൻ 100% തയ്യാറ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇല്ല ആ സംഘടിപ്പിക്കാം, ഉറപ്പായും സംഘടിപ്പിക്കാം. ഇല്ല, എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ പുതിയ ശ്രീഭൂതം കൈവച്ചാൽ മതി. നിങ്ങൾ നിൽക്കണം. അത് പൊട്ട് വിട്ടേക്ക്. നമ്മുടെ വിഷയം അതല്ലെന്നേ. നമ്മുടെ വിഷയം അതൊന്നും അല്ല ശ്യാറി ബാബു. അപ്പൊ അവിടെ വാവരില്ല. ആ വാവര് ഇന്ന് നിങ്ങളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയോ? പൊളിക്കും. അറിയോ? അത് കൈവച്ചാൽ മതി. അത് നമ്മുടെ വിഷയം അതല്ല. നമുക്ക് ചർച്ചയ്ക്കിരിക്കാം. നമുക്ക് ആ വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കാവുന്നേ. ശരി, നമുക്ക് ഇപ്പൊ സമയമില്ല. നമുക്ക് ആ വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കാം. ഒരു തർക്കമൊക്കെ എനിക്കറിയാം, എനിക്ക് കാര്യങ്ങൾ അറിയാം. ചരിത്രപരമായി തന്നെ താങ്കളെ തോപ്പിക്കാൻ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ സമയമില്ലാത്തോണ്ടാ ഞാൻ അത് വിട്ടേക്കൂ. ശ്രീ വി ആർ അനുപത, ഇവിടെ രാമാനുജറാവു ചരിത്രപരമായി സംസാരിച്ച് താങ്കളെ പരാജയപ്പെടുത്താനുള്ള കോൺഫറൻസ് എനിക്ക് സമയമില്ലാത്തോണ്ട് ഇപ്പൊ. അതുകൊണ്ടാണ്. ശരി, ഓക്കെ. നമുക്കൊരിക്കലും ഇരിക്കാം ആവശ്യത്തിൽ. എന്തായാലും ഉറപ്പ്. നമുക്കൊരു ദിവസം ആവശ്യത്തിലിരിക്കാം. ശ്രീ ആറി ബാബു, നമുക്കൊരു ദിവസം ആവശ്യത്തിലിരിക്കാം. നമുക്കൊരു ദിവസം ആവശ്യത്തിലിരിക്കാൻ ഞാൻ പറയുന്നത്. നമുക്ക് മാത്രം ആവശ്യത്തിലിരിക്കാൻ ഞാൻ പറയുന്നത്. ഞാൻ പേപ്പർ കൊണ്ടുവരാം. ഓക്കെ. ശ്രീ വി ആർ ഇവിടെ ഓക്കെ, ഇരിക്കാം. ഉറപ്പായും ഇരിക്കാം. ഇവിടെ എന്താ നടന്നത്? അല്ല, ഒരു മിനിറ്റ്. അല്ല, ഇവിടെ എന്താ നടന്നത്? എന്താണെന്ന് ഈ അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞ പോലുള്ള വല്ല ചർച്ചയും നടന്നോ? ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പൊ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചു. ആരോട് ചർച്ച ചെയ്തിട്ട്? എന്ത് ചർച്ച ചെയ്തിട്ടാ? ഇവിടെ പിണറായി വിജയൻ പറയുകയുണ്ടായി, ശബരി റെയിൽപാത പണി തുടങ്ങുന്നു. എത്ര വർഷമായി? 15 വർഷമായി ശബരി റെയിൽപാത. എന്തുകൊണ്ടാ അത് മുന്നോട്ട് പോകാത്തെ? സർക്കാർ പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂമി എടുക്കൂ. ശരി. ഭൂമി എടുത്താൽ നിങ്ങളുടെ പേരിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കാം. ഇന്നലെ പത്രസമ്മേളനം നടത്തിയല്ലോ ഈ ഭൂമി നഷ്ടപ്പെട്ട ഫെഡറേഷൻകാര്. ഡിജോ കാപ്പനോടൊക്കെയുള്ള ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ. ശരി, ശ്രീ വി ആർ ഇവിടെ ഐ രാമാനുജറാവു എന്ന് പറയുന്ന ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു ഭക്തൻ, ഒരു പാവഭക്തനാണ് കേട്ടോ. അപ്പോൾ ഈ ദേവസ്വം ബോർഡിന് ഇന്ന് കൊടുത്തൊരു കത്തിന്റെ പകർപ്പ് എനിക്ക് കിട്ടി. അദ്ദേഹം അതിൽ പറയുന്നതാണ് അറിയോ? ഒന്നാമത്തെ കാര്യം, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി ഇഷ്യൂസ് പ്രശ്നം അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രശ്നം 3 പ്രശ്നങ്ങൾ എടുത്ത് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തൊട്ടൊരു കത്താണ്. അദ്ദേഹം ഒരു മറ്റ് യാതൊരു ലക്ഷ്യങ്ങളും ഇല്ലാത്ത പ്യുവർ അയ്യപ്പ ഭക്തനാണ്. അത് രണ്ടാമത് അൺഹൈജീനിക് കണ്ടീഷൻസ് അറ്റ് പമ്പ. The holy Pamba river, which holds immense significance for the pilgrimage, is in an unhygienic state.
The water depth is minimal and the river bed is filled with wet, piled up mud, which makes it extremely difficult for pilgrims to take the customary holy dip, a crucial part of the Diksha. എന്ന് പറഞ്ഞാൽ പമ്പാ തീരമൊക്കെ ആകെ അളിഞ്ഞു കിടക്കുകയാണ്, ഈ പറയുന്ന മഡ് നിറഞ്ഞു കിടക്കുകയാണ്, അൺഹൈജീനിക്കാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണ്ടേ? ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്കുള്ള ആദ്യ വഴിയാണെങ്കിലോ ഇപ്പോൾ ഇന്ന് ചേർന്ന അയ്യപ്പ സംഗമം, ശ്രീ വി ആർ അനൂപ്? അതിലേക്ക് ഞാൻ വരാം ഹാഷ്മി. അതിനു മുമ്പ് അങ്ങ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ജയ്ക്ക് ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ, അന്തസ്സുള്ള എല്ലാ മനുഷ്യരും പങ്കെടുത്തിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ നിന്ന്. അദ്ദേഹം പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് അന്തസ്, ആരാണ് അന്തസ്സുള്ള മനുഷ്യർ എന്ന് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനാണോ? വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചല്ല അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് ഈഴവർക്ക് അന്തസ് കൊടുത്ത നേതാവാണെന്ന്. വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യമാണോ അന്തസ്? യോഗി ആദിത്യനാഥിന്റെ വിർച്വൽ സാന്നിധ്യമാണോ അന്തസ് എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ ജയിക്ക് വെള്ളാപ്പള്ളി നടേശന്റെ അന്തസ്സും യോഗി ആദിത്യനാഥിന്റെ അന്തസ്സും ആവശ്യമില്ലാത്ത ആത്മാഭിമാനികളായ മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്നേ. എന്നിട്ട് ജയിക്കിനൊക്കെ എന്ത് ഉളുപ്പാണുള്ളത്? അദ്ദേഹം പറയാണ് വർഗീയതയുടെ കാളിമ. എന്തോന്ന് കാളിമ? തേങ്ങാക്കൊലയാണ് കാളിമ. ഈ വർഗീയതയുടെ കാളകൂട വിഷം പരത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വേദിയിലിരുത്തി ഒരു ഉളുപ്പുമില്ലാതെ ജേക്ക് സി തോമസ് പറയാണ് വർഗീയതയുടെ കാളിമയെ പ്രതിരോധിക്കുന്നത്. വർഗീയതയുടെ കാളകൂടം വിഷം പരത്തുന്ന ആളാ വെള്ളാപ്പള്ളി നടേശൻ. കേരളം കണ്ട സമീപകാലത്തിൽ കണ്ട ഏറ്റവും വലിയ കാളിയനാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ ഈ വർഗീയതയുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രസരിപ്പിച്ച ആളാ ഈ പറയുന്ന യോഗി ആദിത്യനാഥ്. സർക്കാർ വിളിച്ചതല്ല, അത് സർക്കാർ വിളിച്ചതല്ല, അത് ഒന്നാമത് CPM പരിപാടിയല്ല, അതൊരു മതേതര പരിപാടിയല്ല, അതൊരു വിശ്വാസ സംഗമമാണ്. അല്ല ആ പരിപാടിയിൽ തന്നെ താങ്കൾ തന്നെ ചോദിച്ചില്ലേ എന്തുകൊണ്ട് MK സ്റ്റാലിനേക്കാൾ മുൻപിൽ? MK സ്റ്റാലിൻ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് മാറ്റിവെക്കൂ. നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് കേരളത്തിൽ മലയാളികൾ കഴിഞ്ഞാൽ മലയാളികളേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരല്ല വരുന്നത്. സ്റ്റാലിനേക്കാൾ കൂടുതൽ എന്ത് പ്രാധാന്യമാണ് ഇവർ യോഗി ആദിത്യനാഥ് കൊടുക്കുന്നതെന്നേ? ഇവരുടെ പ്രയോറിറ്റി അല്ലേ മറനീക്കി പുറത്തു വന്നത്? എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയാ ഒരു നാണവും ഒരു ഉളുപ്പുമില്ലാതെ വർഗീയതയുടെ കാളിമ. എന്ത് കാളിമ? ഈ പറയുന്ന കാളകൂടം വിഷം പരത്തുന്ന ആളുകളെ വേദിയിൽ വിളിച്ചിരുത്തി ആദരിച്ചിട്ട് പറയാണ് കാളിമ. എന്നിട്ട് സമീകരിക്കുകയാണ്. ഈ പറയുന്ന മുൻ ABVP നേതാവിനെ ഞങ്ങൾ വിളിച്ചില്ലേ? മുൻ ABVP നേതാവാണോ ഇപ്പോഴത്തെ സംഘപരിവാറിന്റെ ഭാഗമാണോ? ഇവിടെ BJPയുടെ നേതാവ് RSSന്റെ നേതാവ് RV ബാബുവിൽ നിന്ന് ഇതിൽ നിന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളത് അത്ഭുതപ്പെടുത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തോട് ഞാൻ പറയാം, വാവര് അയ്യപ്പ സ്വാമിയുടെ ആളല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഭൂതനാഥ ഉപാഖ്യാനം വരുന്നതിന് മുമ്പ് അയ്യപ്പന്മാർ ഇവിടെ ഉണ്ടെന്നേ. അയ്യപ്പൻ പാട്ടുണ്ട്. അത് പിടിക്കണ്ട. അത് നറേറ്റീവ് ആണെന്നും അത് വെറുപ്പിന്റെ നറേറ്റീവ് ആണെന്നും അത് അവിടെ നിലനിൽക്കുന്ന ഈ പറയുന്ന സർവധർമ്മ സമഭാവന ഇഷ്ടപ്പെടാത്തവർക്കാണെന്നും എല്ലാവർക്കും മനസ്സിലായി. അത് പിടിക്കണ്ട. അത് പിടിക്കാനാണെങ്കിൽ നമുക്കത് അത് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. കാര്യം നമുക്കത് വിശദമായി ചർച്ച ചെയ്യേണ്ട സാധനമാണ്. അത് വിശദമായി ചർച്ച ചെയ്യേണ്ട സാധനമാണ്. നമ്മുടെ പേപ്പറൊക്കെ ഉണ്ടല്ലോ. ശരി, ഇവിടെ വളരെ കൃത്യമായി തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, ശബരിമല ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം എന്ന് പറഞ്ഞ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിന് കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനോട് അത് പോസിറ്റീവായി വ്യക്തിപരമായി അങ്ങനെ ഇപ്പോഴേ കരുതേണ്ടതില്ല എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ശുഭാപ്തി വിശ്വാസക്കാരനായ അങ്ങേക്ക് പോലും ബോധ്യമായില്ലേ ഇതിന് കൃത്യമായ പിണറായി വിജയന്റെ 10ാം വർഷം ഇത്തരം ഒരു സംഗമം നടത്തുമ്പോൾ ഇവർ ഈ പറഞ്ഞ ശബരിമല നവോത്ഥാനമൊക്കെ ഇവർ കൈയൊഴിഞ്ഞില്ലേ? ഇവരെന്താണ് പറഞ്ഞത്? ഇവരിപ്പോ പറയുന്നത് കേട്ടില്ലേ? ജയ്ക്ക് പറഞ്ഞത് കേട്ടില്ലേ? അങ്ങ് അത് പറയുന്നത് പമ്പാ തീരത്ത് വെച്ച് വർഗീയവാദിയായ യോഗി ആദിത്യനാഥിനെ കൊണ്ട് ഞങ്ങൾ മതേതരത്വത്തെ കുറിച്ച് പ്രസംഗിച്ചില്ലേന്ന് KT ജലീൽ പറഞ്ഞതാ. KT ജലീൽ നവോത്ഥാന സമിതിയിൽ സുഗതൻ ഉൾപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഖലീഫ ഉമറിന്റെ ചരിത്രം. ജെക്സി തോമസ്, ഒരുപാട് വർഷം മുമ്പൊന്നുമല്ല, മാൻഹോളിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ രക്ഷിക്കാൻ ജാതിയോ മതമോ നോക്കാതെ ഇറങ്ങിപ്പോയൊരു മനുഷ്യൻ ആ മാൻഹോളിൽ കുടുങ്ങി മരിച്ചുപോയി. അന്ന് പരമമായ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വിളിച്ചത് എന്താണ്? വിഷം തുപ്പുന്ന കേരള തൊഗാടി എന്നുള്ളതാണ്. ഒരുപാട് വർഷം മുമ്പൊന്നുമല്ല. അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രശ്നങ്ങളും, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒന്നോ രണ്ടോ പ്രശ്നങ്ങളിലല്ല, അദ്ദേഹം പച്ച വർഗീയത, മുസ്ലിം വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും പറയണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്ന എല്ലാ വേദികളിലും വന്ന് ഈ വർഗീയത ഇങ്ങനെ വിളമ്പുന്ന ഒരു മനുഷ്യനെ പോട്ടെ. ഇനി അത് പ്രശ്നമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസിലെ പ്രതിയെ മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് സർവധർമ്മ സമഭാവനെ പറ്റി പറയുകയാണ്. പ്രശ്നമില്ലേ ജയിക്കാതിൽ? തീർച്ചയായിട്ടും
ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി കേരള മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വന്നതും അദ്ദേഹം ഈ സംഗമത്തിന്റെ ഭാഗമായതുമൊക്കെ അസാധാരണമായ ഒരു പ്രശ്നമായിട്ട് ചില ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച വർഗീയ സ്വഭാവമുള്ള ഒരു പ്രസ്താവനയും ഒരക്കിഴിഞ്ചിന് ഞങ്ങളാരും അംഗീകരിക്കുകയോ അതിനോട് ആഭിമുഖ്യം പുലർത്തുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിച്ച ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതൃത്വം അതിനെ അന്തസ്സുള്ള ഭാഷയിൽ അതിനെ തള്ളിക്കളയാൻ ആർജവത്തോടുകൂടി മുമ്പോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് തന്നെ വരികയും ചെയ്യാം. അതിന് തൊട്ടു മുമ്പ് ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധി, ഇപ്പോൾ സംഘപരിവാർ ആഭിമുഖ്യമുള്ള നേതാവിന്റെ ജൽപ്പനകൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു മലയാളിയുടെയും കാൽച്ചുവട്ടിലെ പുല്ലിന്റെ പോലും വില ആ അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇരിക്കട്ടെ, അതുകൊണ്ട് എല്ലാ കാര്യവും പറഞ്ഞതിന് ശേഷം മിച്ചം വേസ്റ്റ് ഓഫ് അവർ എന്ന് പറയുന്ന പോലെ സമയം മിച്ചമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ച് തർക്കിക്കാം. ഏത് വാവരുപള്ളിയുടെ നട പൊളിക്കുമെന്നോ വാവരുപള്ളി വാവരുസ്വാമി സ്വയംഭൂവായി വന്നതല്ലെന്നോ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രയോഗങ്ങളുണ്ട്. ഇരിക്കട്ടെ, പക്ഷെ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി എന്താണ് പറഞ്ഞത്? വർഗീയതയുടെ കാളുമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് പൊള്ളി. അദ്ദേഹം പിന്നെയും UP മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കത്ത് വായിച്ചത് ഞാൻ അദ്ദേഹത്തോട് തിരികെ ചോദിച്ചു, നിങ്ങളുടെ എത്ര അനുഭവങ്ങൾ മുമ്പിലുണ്ട്. കേരളത്തോട് ഓരം പങ്കിടുന്ന വിശ്വാസ കേന്ദ്രമായി ശബരിമലയെ കണ്ട അങ്ങോട്ടേക്ക് വരുന്ന വിശ്വാസികളുള്ള മറ്റ് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചു. അവർ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ക്ഷണിക്കുന്നത്, അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഞാൻ പറഞ്ഞു, തെലങ്കാനയും കർണാടകയും ആന്ധ്രയും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചല്ലോ. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ഇതിനേക്കാൾ വലിയ വർഗീയവാദിയല്ലേ? അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും പരിപാടിക്ക് നമുക്ക് ക്ഷണിക്കാൻ വേണ്ടി കഴിയുമോ? 24 ന്യൂസ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷത പരിമിതികളോട് ഉയർത്തിപ്പിടിക്കുന്ന ചാനലുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പ്രഭാഷണങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യാറില്ലേ? പ്രധാനമന്ത്രി വർഗീയവാദിയ, അതുകൊണ്ട് 24 ന്യൂസ് സംപ്രേഷണം ചെയ്യില്ല. അങ്ങനെ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടോ? ജെക്സി തോമസ്, പാർലമെന്റിൽ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കൂടെ പോയി ഭക്ഷണം കഴിച്ച NK പ്രേമചന്ദ്രൻ നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെ പറഞ്ഞു? അതൊക്കെ പിഴവായി പോയല്ലേ? ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ, ആ രാജ്യത്തിന്റെ MP ഒന്ന് ഭക്ഷണം കഴിച്ചു. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ NK പ്രേമചന്ദ്രൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? അപ്പൊ അതിൽ രാഷ്ട്രീയമില്ല, അത് തിരുത്തുന്നു അല്ലേ? ഷിബു ബേബി ജോൺ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗുജറാത്തിൽ പോയി കണ്ടു, അതിൽ പിഴവില്ലല്ലോ? അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ നരേന്ദ്രമോദി? പ്രശ്നമില്ലോ അതിൽ? അല്ല, ഞാൻ പറഞ്ഞത് മാറിയ രാഷ്ട്രീയം, മാറുന്ന അവബോധം നല്ലതാണ്. അങ്ങയുടെ നല്ലതിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം അങ്ങയുടെ ജൽപ്പനം കേൾക്കാൻ ആരെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി. ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. CPIന്റെ പ്രവർത്തകർക്ക് അങ്ങയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടതാനും. പിന്നെ അങ്ങിപ്പോ ഇരയോടൊപ്പം ഇരിക്കുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ഇരയോടൊപ്പം ഓടുകയും കൂടെ ചെയ്യാണല്ലോ. ഇനിയിപ്പോ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ള അങ്ങയുടെ അത്താഴ വിരുന്നിന് കൊല്ലം MPയെ ക്ഷണിച്ചത് വിമർശിച്ചത് തെറ്റായിപ്പോയല്ലേ? ഒരു തെറ്റുമില്ല. കാരണം എന്താണ്? ഇന്ത്യൻ പാർലമെന്റിൽ മറ്റെല്ലാ മെമ്പർമാർക്കും ഇല്ലാത്ത പ്രത്യേകതരം ക്ഷണം, ഒരു പ്രത്യേകതരം സ്നേഹം തെരഞ്ഞെടുക്കപ്പെട്ട 8-10 പേരിൽ മാത്രമായിട്ട് കേരളത്തിലെ ഒരു UDF MP ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി JK വിളിച്ചേ, അപ്പൊ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാദം ബാധകമല്ലേ? അല്ല, അപ്പൊ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാദം ബാധകമല്ലേ? അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചാണ്, അല്ലാതെ സർവ്വധർമ്മ സമഭാവനയുടെ മണ്ണിൽ സംസാരിക്കാൻ പോയി വിളിച്ചാലല്ലോ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചല്ലേ? പോയി ഭക്ഷണം കഴിച്ചാലേ ഉള്ളൂ. അപ്പൊ അവിടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് കൊടും വർഗീയവാദം നിങ്ങൾ വിളിക്കുന്ന യോഗിയെ ഈ വേദിയിലേക്ക് വിളിക്കാം, എന്നിട്ട് അയാൾ മുഖ്യമന്ത്രിയായിട്ട് വിളിച്ചെന്ന് പറയാം. രാഷ്ട്രീയമൊന്നുമില്ലേ JK? അത് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ അങ്ങ് വിഷണ്ണനാവുകയും അസ്വസ്ഥജനകമായി എന്റെ വർത്തമാനത്തിൽ ഇടപെടുകയും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് കൊല്ലം MPക്ക് പ്രത്യേക ക്ഷണം 8-10 പേർ ബാക്കി 100 കണക്കിന് വരുന്ന ഇന്ത്യൻ പാർലമെന്റ് മെമ്പർമാർക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക പ്രിവിലേജ് കേരളത്തിലെ കൊല്ലത്തു നിന്നുള്ള ഒറ്റ UDF MPക്ക് മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ രാഷ്ട്രീയമുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നവരുടെ അധമമായ കാഴ്ചപ്പാടിന്റെ അങ്ങനെയാണെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ച VN വാസവൻ പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ട് യോഗി. ഏതൊരാൾക്കും ബോധ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ യോഗിയുടെ കത്ത് ആദ്യം വായിച്ച VN വാസവൻ, അഭിമാനത്തോടെ വായിച്ച VN വാസവൻ, മനോഹരമായ കത്തെന്ന് പറഞ്ഞ VN വാസവൻ യോഗിക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നു. എന്തിനാണത് ആ പ്രിവിലേജ്? ഒരു പ്രിവിലേജും ഇല്ല. അത് അങ്ങേക്ക് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വേണ്ട വിധം അവധാനതയോടുകൂടെ അങ്ങ് ചിന്തിച്ച് കഴിഞ്ഞിട്ടാണെന്ന് എനിക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. കാരണം എന്താണ്? ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ലോക തീർത്ഥാടന കേന്ദ്രത്തിന്റെ കേരളീയ പ്രതീകമായി മാറേണ്ട ഒരു സ്ഥലത്ത് വിശ്വാസികൾ എത്തുന്ന മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് മുഖ്യമന്ത്രിമാർക്കും ക്ഷണം പോയി. ക്ഷണം പോയപ്പോൾ പ്രതിനിധികളെ അയച്ച മന്ത്രിസഭകളുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. അവരെ എല്ലാവിധ ആദരവുകളോടുകൂടെ സ്വീകരിച്ചിരുത്തി അവർക്ക് പ്രഭാഷണം നടത്തി, അവർ പങ്കെടുത്തു. പലരും സകുടുംബം തിരികെ മടങ്ങിപ്പോയി. ചില ആളുകൾ കത്തയച്ചു. കത്തയച്ചത് ഇന്ത്യൻ വർഗീയതയുടെ പ്രതിനിധി എന്ന നിലയിലല്ല, ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആ സംസ്ഥാനത്തെ കോൺഗ്രസ്
കോൺഗ്രസും BJP-യും അതല്ലാത്തതുമായിട്ടുള്ള എല്ലാ വിഭാഗം പ്രാണപ്രതിഷ്ഠയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടിയിരുന്നോ ജെ.സി. തോമസ്? വിജയൻ മാറിയാൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ട് ഒരു മറുപടി കത്തയച്ചു ഇതുപോലെ. പ്രാണപ്രതിഷ്ഠയും ഇവിടെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും ഒന്നാണെന്ന് ചിന്തിക്കണമെങ്കിൽ വിലയിരുത്തി പ്രഖ്യാപിക്കണമെങ്കിൽ പ്രാണപ്രതിഷ്ഠ ജെ.സി. തോമസ്, ഈ പ്രാണപ്രതിഷ്ഠ സർക്കാർ പരിപാടിയായി നടത്തിയതാണ്. പ്രാണപ്രതിഷ്ഠ ജെ.സി. തോമസ്, പ്രാണപ്രതിഷ്ഠ സർക്കാർ പരിപാടിയായി നടത്തിയതാണ് അല്ലേ? അല്ല, അതിന് ക്ഷണം മുഖ്യമന്ത്രിക്ക് അയച്ചതാണോ? താങ്കൾ ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? താങ്കൾ പറയുന്ന യുക്തിയാണെങ്കിൽ യോഗി ആദിത്യനാഥ് അവിടുത്തെ മുഖ്യമന്ത്രി എന്നുള്ളത് ക്ഷണിക്കുകയാണെങ്കിൽ അവിടുന്ന് മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് മറുപടി അയക്കുകയാണെങ്കിൽ അതേ യുക്തി ഇവിടെ ബാധകമാണല്ലോ. അതെന്റെ ചോദ്യം, അത്രേ ഉള്ളൂ. അതല്ല രണ്ട് പരിപാടി ഒരു പരിപാടി ഞാൻ പറയുന്നതല്ല. അപ്പൊ തിരികെ ഞാൻ പറയാം. അല്ലല്ല, തിരികെ ഞാൻ പറയാം. ആങ്കർക്ക് ഇടപെട്ട് ആങ്കർക്ക് സന്തോഷമായെങ്കിൽ ആ സന്തോഷം ആത്മഹർഷത്തോളം വലിപ്പമുള്ളതായി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ മറുപടി പറയുമ്പോൾ ദയവായി അങ്ങ് അല്പജനാധിപത്യ മര്യാദ കാണിച്ച്, പൂർണ്ണമായ ജനാധിപത്യ മര്യാദ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കണ്ടല്ലോ, അല്പജനാധിപത്യ മര്യാദ കാണിച്ച് അങ്ങ് എന്റെ മറുപടി കേൾക്കാനുള്ള അസാധാരണ സഹിഷ്ണുത കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങും ശബരിമലയിൽ പമ്പയുടെ മണൽത്തട്ടിൽ നടന്ന ഈ വിശ്വമാനവികതയുടെ മഹാസംഘവും ഒന്നാണെന്ന് ചിന്തിക്കണമെങ്കിൽ അസാധാരണമാം വിധം യുക്തി ചിന്ത വീട്ടിലെ ഫ്രീസറിനുള്ളിൽ വെച്ചിട്ട് വന്ന് താങ്കളെ അധിക്ഷേപിച്ചോളൂ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ലെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ല അത് കയറി പിടിക്കണ്ട ജയിക്ക്. എന്റെ ചോദ്യം അതല്ല. പ്രാണപ്രതിഷ്ഠ അവിടുത്തെ ഒരു സർക്കാർ പരിപാടിയാണ്. അല്ലല്ല ജയിക്ക്, അത് കയറി പിടിക്കണ്ട. പ്രാണപ്രതിഷ്ഠ അതൊരു സർക്കാർ പരിപാടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് കത്തുണ്ടായിട്ടുണ്ടാവാം എന്നാണ് താങ്കൾ പറഞ്ഞത് അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിക്ക് ക്ഷണക്കത്തുണ്ടായിട്ടുണ്ടാകാം എന്നാണല്ലോ ജയിക്ക് പറഞ്ഞത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ കത്തിന് മറുപടി കൊടുത്തിട്ടുണ്ടോ മുഖ്യമന്ത്രി താങ്കൾക്കറിയില്ല. അതേ യുക്തിയാണെന്നുണ്ടെങ്കിൽ ആ യുക്തിയാണ് ചോദിക്കുന്നത്. ആ യുക്തി മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ ഈ രണ്ട് പരിപാടിയും ഒന്നാണെന്ന് ഞാൻ കരുതുന്നുമില്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ അത് പിടിക്കണ്ട. അല്ല, ആ യുക്തി എന്താ പ്രശ്നം? ഇല്ലില്ല, ഞാൻ ഏതിൽ കയറി പിടിക്കണം എന്നുള്ളത് 24 ന്യൂസിലെ വാർത്താ അവതാരകനല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ ഏതിൽ പിടിക്കണ്ട എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. യോഗി ആദിത്യനാഥിനെ ഒന്നാം നമ്പർ വർഗീയവാദി എന്ന് വിളിക്കുന്ന ജെ.സി. തോമസ്, യോഗി ആദിത്യനാഥിനെ ഒന്നാം നമ്പർ വർഗീയവാദി എന്ന് വിളിക്കുന്ന ജെ.സി. തോമസ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചതിനെ ഇരുന്ന് ന്യായീകരിച്ച് മെഴുകുക. സഹതാപം തോന്നുന്നുണ്ടോ ജയിക്ക്? നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ച് നോക്ക്. അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേക്ക് പ്രായത്തിലും അനുഭവത്തിലും എന്നേക്കാൾ അല്പം കൂടെ വലിപ്പമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ, ഏറ്റവും കൂടുതൽ പ്രായത്തിലെങ്കിലും. അങ്ങയുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് പ്രതിനിധി ആരുമാവട്ടെ, അദ്ദേഹം ഒരു ന്യായവാദം അവരവരുടെ കോണിൽ അവതരിപ്പിക്കുമ്പോൾ മെഴുകുകയാണ് എന്ന് പറയുന്നത് എത്രമാത്രം മര്യാദകേടാണ്. അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങേക്കാൾ പ്രായത്തിൽ താങ്കൾ എന്നെ പറ്റി ജൽപ്പനം എന്ന് പറയാം അല്ലേ? അപ്പൊ താങ്കൾക്ക് എന്നെ പറ്റി ജൽപ്പനം എന്ന് പറയാം. എന്താണ്, തലച്ചോറ് ഫ്രീസറിൽ വെച്ചോന്ന് അധിക്ഷേപം പറയാം. അങ്ങയുടെ പ്രയോഗം അല്ല, താങ്കൾ പറഞ്ഞ പ്രയോഗങ്ങളോ ജയിക്ക്? അതല്ല, താങ്കൾ പറഞ്ഞ പ്രയോഗങ്ങളോ? അല്ല, അങ്ങ് മെഴുകുകയാണെന്ന്. അല്ലല്ല, താങ്കൾ എന്നെ എത്രമായി വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ വേണ്ടിയോ? മെഴുകുകയാണെന്ന് ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യമാണ്. അതായത് ഒന്നാം നമ്പർ വർഗീയവാദി എന്ന് യോഗിയെ വിളിക്കുന്ന ജെ.സി. തോമസ് യോഗിയെ ആ വേദിയിലേക്ക് ക്ഷണിച്ച ആ സംഭവത്തെ ജയിക്കിരുന്ന് ന്യായീകരിക്കുക എന്നാ പറയുന്നത്. ഞാൻ അത് ചോദ്യം രാഷ്ട്രീയമാ, അല്ല വ്യക്തിപരമല്ല. ഇല്ലില്ല, ഞാനും അത്രേ ഉള്ളൂ. ഞാൻ അങ്ങയുടെ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചർച്ചയിൽ ഒരു ചർച്ചയിലും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? ഞാനും രാഷ്ട്രീയം മാത്രമേ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അങ്ങ് തിരിച്ചു പറഞ്ഞത് എന്താണ്? അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ വാദങ്ങളെ കണ്ടിച്ചുകൊണ്ട് ഞാൻ എന്റെ വാദം അവതരിപ്പിക്കുമ്പോൾ അങ്ങേയറ്റം ഏറ്റവും മോശകരമായി ഒരു സംവാദത്തിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്ന കേവലം മുഖമില്ലാത്ത ഏതെങ്കിലും സൈബർ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്ന ഒരു വാദം, ഒരു വാക്ക് ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ്? അല്ല, താങ്കൾ രാഷ്ട്രീയം പറഞ്ഞോളൂ. താങ്കൾ യോഗിയെ വിളിക്കുന്നതിന് ന്യായവും പറഞ്ഞോളൂ. അല്ലല്ല ജയിക്കെ, താങ്കൾ ഈ യോഗിയെ വിളിച്ചതിന് ന്യായം ഇനിയും ആവർത്തിച്ചോളൂ. അതോടൊപ്പം വെള്ളാപ്പള്ളിയെ പോലെ കൊടിയ വർഗീയവാദം തുപ്പുന്ന, ഒരിക്കൽ കേരള തൊഗാഡിയ എന്ന് വിളിച്ച വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ മുഖ്യമന്ത്രി വിളിച്ചു വന്നിട്ട് സർവധർമ്മ മതഭാവനെ പറ്റി പറയുന്നതിലെ പൊള്ളത്തരം കൂടി പറയൂ അങ്ങ് ജയിക്ക്. ഞാൻ തീർച്ചയായിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചും അങ്ങേ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളെ കുറിച്ചും പറയാം. പക്ഷെ അതിന് തൊട്ട് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് അതിലേക്ക് വരുള്ളൂ. കാരണം എന്താണ്? ഒന്ന്, മെഴുകൽ ഒരു മോശം പദമാണെന്ന് അങ്ങേക്ക് അറിയില്ല. സത്യസന്ധമായി ഞാൻ കരുതുന്നു 24 ന്യൂസിൽ നിങ്ങൾ പരസ്പരം സഹപ്രവർത്തകർ, നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമുകൾ അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോൾ ഇരുന്ന് മെഴുകല്ലേ എന്നായിരിക്കും പരസ്പരം പറയുന്നത്. അത് നാലാൾ കേൾക്കുന്ന ഒരു ചർച്ചയുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ചാനലിലെ സംസ്കാരം കയ്യിൽ വെക്ക്. ചർച്ച അല്ല ജയിക്ക് ഇപ്പൊ ജയിക്ക് എന്തൊക്കെ പറഞ്ഞു ജയിക്ക് ഒരു അവതാരകനായ എന്നെ എന്തൊക്കെയാണ് എന്തൊക്കെ വ്യക്തിപരമായി പറഞ്ഞു, പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ജൽപ്പനം മുൽപ്പനം എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു താങ്കൾ. അല്ല അങ്ങത്ര ചോദ്യം ചോദിച്ചല്ലോ, താങ്കൾക്ക് പോകേണ്ട ആവശ്യം, താങ്കൾ ഒരുപാട് പറഞ്ഞു. ബുദ്ധിമുട്ട് ആക്കപ്പെട്ട് പറയും. അങ്ങോട്ട് ചോദിക്കുന്നു. പറഞ്ഞോളൂ, ഇടപെടില്ല, പറഞ്ഞോളൂ. ഞാൻ അങ്ങ് ചോദിച്ച 4 ഭാഗങ്ങളെ കുറിച്ച് മറുപടി പറയാന്നല്ലേ പറഞ്ഞേ. ഞാൻ ഒരു ഭാഗത്തെ കുറിച്ച് മറുപടി പറയാൻ അങ്ങേക്ക് പൊള്ളുന്നത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം എന്താ? അങ്ങ് സമീകരിച്ചു പ്രാണപ്രതിഷ്ഠയും ഇവിടുത്തെ വിശ്വമാനവികതയുടെ മഹാസംഘവും. ഞാൻ ഒരു വാചകവും കൂട്ടി പറയുന്നില്ല കേട്ടോ, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നില്ല. PN ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ സാംസ്കാരിക മുഖം 4 വരി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വെടിവെച്ചിട്ട പള്ളിയുടെ പച്ചയിറച്ചി തിന്നവരെ നിങ്ങൾ തിന്നത് നിങ്ങളുടെ ഇറച്ചിയാണ് എന്ന് ബോധ്യമാവുന്ന കാലം വരിക തന്നെ ചെയ്യും. അതാണ് പ്രാണപ്രതിഷ്ഠ. ഇത് തത്വമസി വാവര സ്വാമിയെ കണ്ട് അയ്യപ്പനെ കണ്ട് തൊഴുതു വണങ്ങിപ്പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ മതനിരപേക്ഷപൂർണമായ ആരാധനാ സംഗമം. ഇത് രണ്ടും ഒന്നാണെന്ന് പറയണമെങ്കിൽ യുക്തിചിന്ത ഫ്രീസറിലല്ല, ഫ്രീസറിന്റെ 7 അയലത്തുള്ള പറമ്പിൽ പോലും വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ. എന്നെ നേർക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കാരണം അങ്ങ് ഞാൻ പറയാത്ത കാര്യം കയറി വെടിവെക്കാണ് ജയിക്കെ. എന്റെ നേർക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കാരണം എന്റെ ചോദ്യം എന്തായിരുന്നു? പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ടോ? ചോദ്യത്തിന് ക്ഷണമില്ല എന്ന് താങ്കളുടെ നിലപാടില്ല. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുഖ്യമന്ത്രിക്ക് ക്ഷണമുണ്ടോ എന്ന് ചോദ്യത്തിന് ക്ഷണമില്ല എന്ന് ജയിക്കുന്ന നിലപാടില്ല. അതിന് മറുപടി കൊടുത്തോ എന്ന് ജയിക്കാൻ അറിയില്ല. അറിയുമോ? എനിക്കറിയില്ല. അതേ ചോദിച്ചുള്ളൂ. എനിക്കറിയില്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. അതേ ചോദിച്ചുള്ളൂ സാറേ, അത് മാത്രമേ ചോദിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരു കത്തയക്കുന്നത് പോലെ ഉള്ളോ നമ്മുടെ സർക്കാരിന് യോഗിയുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ UP-യുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് യോഗിക്ക് ഒരു കത്തയക്കൽ അത്രയുള്ളോ നമ്മുടെ രാഷ്ട്രീയം എന്നേ ചോദിച്ചുള്ളൂ ജയിക്കെ. അതല്ല സമീകരിക്കൽ എന്തോ യുക്തി എന്തെടുത്ത് ഫ്രീസറി വെക്കലൊക്കെ അപ്രസക്തമാണ്. ഞാൻ പറഞ്ഞത് ഇത് അത് അപ്രസക്തമായിക്കോട്ടെ, അങ്ങേക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരിക്കാം. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഈ 2 ഏർപ്പാടും കൂടെ സമീകരിച്ച് വെച്ചിട്ട് ഇതിന് രണ്ടിനും കത്തയക്കുന്നത് ഒരുപോലെയാണോ എന്ന് ചോദിച്ച ആളുടെ യുക്തിചിന്തയെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറഞ്ഞതാണ്. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഈ PN ഗോപികൃഷ്ണന്റെ കവിത രചിക്കുന്ന സാഹചര്യം വെടിവെച്ചിട്ട പള്ളിയുടെ പച്ചയിറച്ചി തിന്നവരെ നിങ്ങൾ തിന്നത് നിങ്ങളുടെ ഇറച്ചിയാണ് എന്ന് ബോധ്യമാവുന്ന കാലം വരിക തന്നെ ചെയ്യും എന്ന് നൊന്തു തല്ലി കവിത എഴുതിയ ദിവസം പോലെയാണോ ഇന്ന് വിശ്വമാനവികതയുടെ മഹാസംഗമം? എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടത്? ഇപ്പോ RV ബാബു കുറച്ച് ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചു. എനിക്ക് പറയാനുള്ള പാണ്ഡിത്യമില്ല. ഞങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ മതനിരപേക്ഷവാദികൾ ശബരിമലയെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ സ്കൂൾ ജീവിതകാലത്തിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞു. ദേവരാജനും യേശുദാസും പാടിയ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. ആ യേശുദാസ് ഏതു ഗാനമേളയുടെ തുടക്കത്തിലും പാടുന്ന 4 വരിയുണ്ട്. ശബരിമലയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാടുന്നത്. അതെന്താണ് ആ 4 വരി? അത് RV ബാബുവിനും സംഘത്തിന് പിടിക്കില്ല. ആ 4 വരി എന്താണ്? ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ഈ വരി പാടിക്കൊണ്ടാണ് യേശുദാസ് കേരളത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രതീകമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ശബരിമല. അല്ലാതെ വാവരസ്വാമിയുടെ നട പൊളിച്ചു കളയും, അങ്ങനെ ഒരാളില്ല, അങ്ങനെ ഒരു തത്വം ഇവിടെയില്ല, അങ്ങനെ ഒരു ദർശനവും അങ്ങനെ ഒരു ഐതിഹ്യവും ഇവിടെയില്ല എന്നിങ്ങനെയുള്ള ഒരു പ്രഖ്യാപനത്തിന്റെയുമല്ല. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, കോൺഗ്രസ് പ്രതിനിധി അതിനോട് കൂട്ടിച്ചേർത്തനോട് ചോദിച്ചു, വർഗീയയുടെ കാളിമ പുലർത്തുന്ന ഇത്തരം ആളുകൾ അവിടെ വന്നില്ലേ? SNDP യോഗം ജനറൽ സെക്രട്ടറിയും NSSന്റെ ജനറൽ സെക്രട്ടറിയും KPMS ജനറൽ സെക്രട്ടറിയും ദലിത് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ 28 സംഘടനകൾ അവിടെ 28 സംഘടനകൾ ആരും പച്ച വർഗീയത പറയുന്ന ആളല്ല ജയിക്കെ. ഇവരൊക്കെ പരമമായ വർഗീയത പറയുന്ന, വിജിലൻസ് അന്വേഷിക്കുന്ന ഒരു തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ വരുന്നത് പ്രശ്നമില്ലേ ജയിക്കെ? സംസ്ഥാനത്തിന്റെ വിജിലൻസ് അന്വേഷിക്കുന്ന സംസ്ഥാന ഫണ്ട് എന്റെയും ജയിക്കിന്റെയും ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയാണ്. നിരന്തരം ഇസ്ലാം വിരുദ്ധതയും നിരന്തരം ക്രൈസ്തവ വിരുദ്ധതയും എല്ലാ വേദിയിലും തുപ്പുന്ന ഒരു വർഗീയവാദിയാണ്. CM-ന്റെ വണ്ടിയിൽ വരുന്നതിന് ഒരു കുഴപ്പമില്ലേ? ഇവരിൽ ഞാൻ പറയട്ടെ, ഇവരിൽ പലരും ഞാൻ ഈ പേരുപയോഗിച്ച അതിമഹത്തായ പാരമ്പര്യത്തെ പൈതൃകം പിറന്ന പല സംഘടനകളുടെയും തലപ്പത്തിരുന്ന പല ആളുകളും പല കാലയളവിൽ ഇതിനേക്കാൾ വിഷമമിക്കുന്ന വർഗീയത പറഞ്ഞിട്ടുണ്ട്. ഏതു കാലയളവിൽ ഏതൊരാൾ വർഗീയത പറയുന്നോ ആ വർഗീയത പറയുന്ന അവസരത്തിൽ അവരെയും അവരുടെ നിലപാടിനെയും മുഖമടച്ച് തള്ളിക്കളയുകയും ചെയ്യും. മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ സമൂഹത്തിന് തുറന്നു കാട്ടുക. ശരി അങ്ങനെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ സർവ്വധർമ്മ സമഭാവനയുടെ വേദിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നിലപാടാണ് കേട്ടോ, നിലപാട്. RV ബാബു, നിങ്ങളെക്കാളൊക്കെ നന്നായി വളരെ മനോഹരമായി വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നിങ്ങൾക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. ആ വെള്ളാപ്പള്ളി വേദിയിലുണ്ട്. ഒരു വർഗീയതയും പറയാത്ത, അങ്ങനെ പൊതുവെ വർഗീയത പറയാത്ത മതേതര നിലപാടിനൊപ്പം എപ്പോഴും നിൽക്കുന്ന NSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധി ആ വേദിയിലുണ്ട്. KPMSന്റെ പ്രതിനിധി ആ വേദിയിലുണ്ട്. വിവിധ സംഘടനകളുടെ പ്രതിനിധി ആ വേദിയിലുണ്ട്. RV ബാബു, നിങ്ങൾ എന്തൊക്കെ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചാലും
എന്താണോ സർക്കാർ ഉദ്ദേശിച്ചത്, എന്താണോ CPM ഉദ്ദേശിച്ചത്, മിഷൻ അക്കംപ്ലിഷ്ഡ്. അറിയൂ ബാബു. ഒരു മിഷൻ അക്കംപ്ലിഷും ആയിട്ടില്ല. വിശ്വാസികൾ അതിൽ നിന്ന് അകന്നു നിന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ ചർച്ചയിൽ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് ഹാഷ്മി. നിങ്ങൾ 3/4 മണിക്കൂർ സമയം ഒരു ചർച്ച നടത്തുക, അർത്ഥശൂന്യമായ നിലവാരമില്ലാത്ത തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുക. അതിനെ അനുവദിച്ചുകൊണ്ട് ചർച്ച നീട്ടിക്കൊണ്ട് ഞങ്ങളൊക്കെ എന്താ ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഈ വാഗ്ദാനം കേൾക്കാനാണോ? അതോ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയം തരാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണ്ടേ? അങ്ങ് പറഞ്ഞോളൂ. നിങ്ങൾ ഏകപക്ഷീയമായിട്ട് അങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്താ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയാണെങ്കിൽ മേലാതെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഞാൻ ചർച്ചയ്ക്ക് നിന്നു കൊടുക്കുന്ന ഒരാളല്ല. ഇനി ഇടപെട്ടാൽ ഞാൻ നിർത്തിപ്പോവും. ആരാണ് ഈ ജയിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ? ആ സർട്ടിഫിക്കറ്റ് ഒക്കെ AKI സെന്ററിൽ നിന്ന് മേടിച്ച് നിങ്ങളും കയ്യിൽ വെച്ചാൽ മതി. RSSകാരന് സർട്ടിഫിക്കറ്റ് തരാൻ നിങ്ങളായിട്ടില്ല. മനസ്സിലായോ? നിങ്ങളാണോ സർട്ടിഫിക്കറ്റ് തരുന്നത്? RSSകാരുടെ അഭിപ്രായത്തിന് വില നിശ്ചയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അത് AKI സെന്ററിലെ ക്യാപ്സൂൾ വിഴുങ്ങിയിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. എന്നോട് സംസാരിക്കാൻ നിങ്ങളായിട്ടില്ല കേട്ടോ. അതങ്ങ് 4 ആയിട്ട് മടക്കി വെച്ചാൽ മതി. ഇവിടെ എന്താണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ഓരോരുത്തർ വർഗീയവാദിയാരാണ്. യോഗി വർഗീയവാദി, നരേന്ദ്രമോദി വർഗീയവാദി. ആരാണ് ഈ പറയുന്നത്? തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമിയെയും PDP-യെയും INL-യെയും മുസ്ലിം ലീഗിനെയും ഒക്കെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ആള്. മദനിയെ ഭീകരനായിട്ടുള്ള അബ്ദുൽ നാസർ മദനിയെ മഹാത്മാഗാന്ധി എന്ന് വിളിച്ച പാർട്ടിയുടെ ആ ആള് വന്ന് ഇവിടെ ഒന്ന് പറയുകയാണ് യോഗിയാണ് വർഗീയവാദി, നരേന്ദ്രമോദിയാണ് വർഗീയവാദി എന്ന്. നിങ്ങളാരാണ് ഈ സർട്ടിഫിക്കറ്റ് തരാൻ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് 4 ആയിട്ട് മടക്കിയാൽ മതി. നിങ്ങളിപ്പോൾ മൂലയ്ക്ക് കേരളത്തിലെ ഒതുങ്ങി നിൽക്കുന്നതേ നിങ്ങളുടെ ഈ നിലപാട് കൊണ്ടാ. അതുകൊണ്ട് നിങ്ങൾ RSSനെയും ഞങ്ങളെയൊന്നും വർഗീയവാദത്തിന്റെ ആ തിട്ടൂരം ഇറക്കി പേടിപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? അതൊന്ന്. 2, നിങ്ങളുടെ മുഖ്യമന്ത്രി വന്ന് പ്രസംഗിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അയ്യപ്പന്മാരുടെ ഇത് പ്രാണപ്രതിഷ്ഠ പോലുള്ള സംഗമമല്ല, ഇത് മാനവികതയുടെ സംഗമമാണ്, അയ്യപ്പ സംഗമമാണ്. ശരി, ആ അയ്യപ്പ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട ആ ഒരു സമരം ഉണ്ടായിരുന്നല്ലോ, കോടതി ഉണ്ടായിരുന്നല്ലോ, കോടതിയിലെ ട്രയൽ നടന്നിരുന്നല്ലോ. സുപ്രീം കോടതിയിൽ നിങ്ങൾ കൊടുത്ത അഫിഡാവിറ്റ് പിൻവലിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഈ മാനവികതയുടെ കേന്ദ്രമായ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ കൊടുത്ത അഫിഡാവിറ്റ് എന്തായിരുന്നു? ആ അഫിഡാവിറ്റ് ആ ആചാരങ്ങളെയും ശബരിമലയും തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അഫിഡാവിറ്റ് ആയിരുന്നില്ലേ? നിങ്ങളത് പിൻവലിച്ചോ? അത് പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞോ? ആ ആചാര സംരക്ഷണത്തിന് വേണ്ടി അയ്യപ്പന്മാർ നടത്തിയ സമരത്തിൽ കേസ് ചാർജ് ചെയ്തിരുന്നല്ലോ, ആയിരക്കണക്കിന് കേസുകൾ. ആ കേസുകൾ പിൻവലിക്കാൻ വെള്ളാപ്പള്ളി അടക്കം പറഞ്ഞല്ലോ. അതിനോട് എന്താ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്? കേസുകൾ പിൻവലിച്ചു എന്ന് നിങ്ങളുടെ ചോട്ടാ നേതാക്കന്മാർ പറയുന്നത്, മുഖ്യമന്ത്രി എന്താ പറയാത്തെ കേസുകൾ പിൻവലിച്ചു എന്ന്? അത് പറയാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാ, അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല അങ്ങനെ കേസുകൾ പിൻവലിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് അയ്യപ്പനോടും ശബരിമലയോടും എന്നുള്ളത് നിങ്ങളുടെ കാപട്യമാണ്. ഇവിടെ മുഖ്യമന്ത്രി ഭക്തന്മാരുടെ വലിയ എങ്ങനെയായിരിക്കും ഭക്തി? എങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ? അതല്ലേ മുഖ്യമന്ത്രി ആദ്യം ഒരു വിരൽ മറ്റുള്ളവരും നേരെ ചൂണ്ടുമ്പോ 4 വിരൽ തനിക്ക് നേരെ ചൂണ്ടെന്നാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മുതലാളിത്തത്തിന്റെ വലതുപക്ഷ വ്യതിയാനത്തിന്റെ എല്ലാ ദുർലക്ഷണങ്ങളും അടങ്ങിയിട്ടുള്ള മുഖ്യമന്ത്രി വന്നിട്ട് ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുക, ഭക്തി പഠിപ്പിക്കുക. നാണമില്ലേ? മുഖ്യമന്ത്രിക്ക് ഭക്തിയിൽ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ? അല്ല, മുഖ്യമന്ത്രിക്ക് ഭക്തിയിലും താങ്കൾക്ക് എങ്ങനെ അറിയാം? ഭക്തിയുടെ മെഷർ നമ്മുടെ അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ഗുണവും ഇല്ലാത്ത മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞേ. കമ്മ്യൂണിസ്റ്റുകാരന് വേണം എന്ന് ഇവര് പറയുന്ന ഗുണം. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരന് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് അഭിപ്രായമൊന്നുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എന്തെങ്കിലും ഗുണം വേണമെന്നൊക്കെ പറഞ്ഞ് ഇവർ പ്രസംഗിക്കാറുണ്ടല്ലോ. ആ ഗുണം ഏതെങ്കിലും ഉള്ള ഒരു മുഖ്യമന്ത്രിയാണോ? അഴിമതി, സ്വജനപക്ഷപാതം ഇനി ഇല്ലാത്ത എന്താ ഉള്ളത് ഈ മുഖ്യമന്ത്രിക്ക്? എന്താ ഉള്ളത് മുഖ്യമന്ത്രിക്ക്? എന്നിട്ട് ഇവിടെ വന്നിട്ട് വാചകം അടിക്കുന്നോ? ആ വാചകം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. മനസ്സിലായോ? അതൊന്നും ഞങ്ങളുടെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. ഇവിടെ അടിസ്ഥാനപരമായി ഞങ്ങൾ ഉന്നയിച്ച ആ വാദം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്നു ഈ സംഗമത്തിൽ നിന്ന്. പഠിച്ച പണി 18 നോക്കി, സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചു, ദേവസ്വം ബോർഡിന്റെ സർക്കുലർ ഇറക്കി. അല്ല അറിവ് ബാബു, ഇവിടെ പ്രധാനപ്പെട്ട 2 സമുദായ സംഘടനകളാണ് SNDP, NSS. അത് പ്രാതിനിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? ചെറിയ കാര്യമാണോ അറിവ് ബാബു? അല്ലെ, വേദി ഞങ്ങൾ SNDP-യുടെയും NSS-ന്റെയും നിലപാടുകൾ, ആ നിലപാടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹാഷ്മി. അവർ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അവരുടെ അഭിപ്രായമാണ്, അവർ പങ്കെടുക്കട്ടെ, അവർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരാണ്. ഹൈന്ദവ സംഘടനകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ്. അതൊക്കെ അവർ സ്വതന്ത്രമായി ഇപ്പോൾ മാത്രമല്ല എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ അവരെ കൂടി ഞങ്ങൾ പറഞ്ഞല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഞങ്ങൾ ശബരിമല സംരക്ഷണ സംഗമം നടത്തുന്നുണ്ടല്ലോ, അവിടെ ആരാ പറയണത് നിങ്ങൾ നോക്കൂ, അവിടെ ആരാണ് സംസാരിക്കുന്നത് നോക്കൂ.
അവിടെ യോഗിയാണോ? യഥാർത്ഥ ഭക്തന്മാർ വരുമോ എന്ന് നോക്കൂ. അല്ല, അവിടെ യോഗി വരുമോ അപ്പൊ ശ്രീ അതുകൊണ്ട് ആർ വി ഈ ബാബു? സംഗമം അങ്ങേയറ്റം പൊളിഞ്ഞ് പാളിസായി. ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ നടത്തുന്ന സംഗമത്തിന് എല്ലാവിധ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ശ്രീ വി എൻ വാസവൻ. ഇപ്പൊ നിങ്ങൾ നടത്തുന്ന സംഗമത്തിന് എല്ലാവിധ സഹായം വി എൻ വാസവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? സന്തോഷം. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ശ്രീ വി എൻ വാസവനോട് പറയണം. ആരെയും എതിർക്കുന്നു ഞാൻ എല്ലാവരെയും. ഇപ്പോ അല്ല, വി എൻ വാസവനും അതേപോലെ മുഖ്യമന്ത്രിയും അതേപോലെ വിശ്വാസികളായിട്ടുള്ള, ഞങ്ങൾ അവിടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ സംഗമം നടത്തുന്നത്. ഞങ്ങൾ പണക്കാരുടെ സംഗമമല്ല, ഞങ്ങൾ പ്രത്യേക VIP-കൾക്ക് വേണ്ടി നടത്തുന്ന സംഗമമല്ല, ശരി ശരി, വിശ്വാസികളുടെ സംഗമമാണ്. ഓക്കെ, അത് നടക്കട്ടെ, അത് നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ശരി, അവിടെ വിശ്വാസികളുടെ സംഗമം നടക്കട്ടെ, ഇനിയും ഭക്ത സംഗമങ്ങൾ നടക്കട്ടെ, വിശ്വാസം നീണാൾ വാഴട്ടെ. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി. VRNB ഒരിക്കൽ കൂടി എത്താൻ കഴിഞ്ഞില്ല. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.